എന്നെപ്പോലെ ഒരാൾ നോക്കിയാൽ ഒരു മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് തീർക്കാൻ ഒക്കാത്ത ഒരു വലിയ വിഷയമാണ്. ഇന്നലെ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത്, അതുകൊണ്ട് അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും കൂടായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത്. നമ്മൾ ഇന്ന് ചിന്തിച്ച് തുടങ്ങുക എന്നു 3 ദിവസം കൊണ്ട് ഇത് തീർക്കണമെന്നാണ് എൻ്റെ താല്പര്യം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള പോയിൻറ്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്നെടുക്കും, ഇല്ലെങ്കിൽ നാളെ എടുക്കത്തുള്ളൂ. കാര്യം അത് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു പകുതിയെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഇന്ന് നിൽക്കുന്നതിനേക്കാൾ കവിഞ്ഞ ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ കഴിയും. ഭൂമിയുടെ സൃഷ്ടി മുതൽ മനുഷ്യൻ്റെ വീഴ്ചയും ഉയർച്ചയും പല കാര്യങ്ങളും കൂടെ ചേർത്ത് ശാസ്ത്രത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ഒരുമിച്ചെടുത്തുകൊണ്ട് വിശദീകരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ കഴിവിനപ്പുറത്തായിരിക്കും വിഷയം. എൻ്റെ കഴിവോളം ഞാനത് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പാസ്റ്റർ കെ. എബ്രഹാം അവർ എഴുതിയ 7 പറുദീസ എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ റെഫറൻസുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ ഒരു സങ്കീർത്തന ഭാഗം വായിച്ചപ്പോൾ ഒരുപാട് ഹൃദയത്തിൽ സന്തോഷമുണ്ടായി. കാര്യം പണ്ടൊരിക്കൽ ഞാനിവിടെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ദൈവം അതിൻ്റെ നോർമൽ ഭ്രമണ പദത്തിൽ നിന്ന് എടുത്ത് വേറെ എവിടെയോ എറിഞ്ഞു കളഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്ന് എടുത്ത് എവിടെയോ കളഞ്ഞതായിട്ടാണ് തോന്നുന്നത്. ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ ദൈവം ഭൂമിയെ താൻ അതിനുവേണ്ടി നിയമിച്ചിരുന്ന സ്ഥലത്തേക്ക് മാറ്റി എന്നൊരു വാക്യം കണ്ടു. താൻ അതിനുവേണ്ടി നിയമിച്ചിരുന്ന സ്ഥലത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് ഉറപ്പായി. എനിക്ക് ഒരു ഏരിയയിൽ നിന്ന് ഇതിനു മുമ്പ് എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞു കാണും. ആത്മയുദ്ധത്താൽ സഭാ വളർച്ച എന്ന വിഷയം നമ്മളിവിടെ ഒരു പുസ്തകമായി എഴുതുമ്പോൾ ഒരിക്കൽ തൃശ്ശൂർ വെച്ച് ദൈവം എനിക്ക് തന്ന ഒരൊറ്റ വെളിപ്പാടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് മൊത്തം എഴുതിയത്. ആ പുസ്തകം മുഴുവനും തന്നെ അതിൻ്റെ പ്രധാന മീനിങ് തൃശ്ശൂരിൽ വെച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരൊറ്റ വെളിപ്പാടായിരുന്നു. ആ വെളിപ്പാടിനകത്ത് ദൈവരാജ്യം എന്നതിനെക്കുറിച്ച് ഒരു വാക്ക് ദൈവം എനിക്ക്, ഞാനിപ്പോഴാ വാക്ക് ഓർക്കുന്നു പോലുമില്ല, തിരിച്ച പുസ്തകം വായിക്കണം. ദൈവരാജ്യം എന്നതിനെക്കുറിച്ച് ഒരു വാക്ക് ദൈവം എനിക്ക് തന്നു. സത്യത്തിൽ അതൊരു ദർശനത്തിൽ എന്നോടാരോ സംസാരിക്കുന്നുള്ളൂ. സംസാരിച്ചൊന്നും ആയിരിക്കുകയില്ല, എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ദൈവം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഒരു ദർശനത്തിൽ എൻ്റെ അകത്ത് കിട്ടിയതാണ്. സാധാരണഗതിയിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ആ വാക്ക് അതിനകത്ത് റെക്കോർഡ് ചെയ്തു. സാധാരണ എപ്പോഴും എൻ്റെ കാണും, ഇന്നും എൻ്റെ ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോഴല്ല, എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ വാക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഞാൻ പലയിടത്തും ആ വാക്ക് പറഞ്ഞു. ഒരിക്കൽ ഒരു രാജ്യത്ത് വെച്ച്, അമേരിക്കയിലെ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ ആ വാക്ക് പറഞ്ഞ ഉടനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്നെ കറക്റ്റ് ചെയ്ത് വെച്ച് പറഞ്ഞ ആ വാക്ക് അങ്ങനല്ല വാക്ക്. ബെസിലിക്ക എന്നായിരുന്നു എൻ്റെ ഹൃദയത്തിൽ കിട്ടിയത്. ബെസിലിയ എന്ന് അദ്ദേഹം അത് കറക്റ്റ് ചെയ്തു. എന്നോട് പറഞ്ഞ വാക്ക് ബെസിലിയ എന്നാണ്. ഞാൻ പറഞ്ഞു നോ, ബെസിലിക്ക എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തിരി സംസാരിച്ചു. ഇവിടെ ഈ പുള്ളി പറഞ്ഞ് ഞങ്ങൾ സംശയഛേദനം വരുത്തിയേക്കാം, വരാമെന്ന്. അദ്ദേഹം പോയി അത് ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ ഗ്രീക്ക് വാക്കെടുത്ത് എന്നെ കാണിച്ചു. ബെസിലിയ എന്ന് തന്നെയാണ്, ബെസിലിക്ക അല്ല, ബെസിലിയ എന്ന് തന്നെയാണ്. അപ്പം ഞാൻ തോറ്റു എന്ന് ഞാൻ സമ്മതിച്ചു. എനിക്കൊരു കാര്യം എന്നെ തെളിയിച്ചു തന്നാൽ ഞാൻ സമ്മതിക്കും. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ആ മനുഷ്യൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ബൈബിളിൻ്റെ ഓഡിയോ ഫോമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പ്രാവശ്യം കൂടെ. ഇനിയും പാസ്റ്റർ ഇത്രയും ആർഗ്യൂ ചെയ്തൊരു കാര്യത്തിന് ഞാനിത് കാണിച്ചു തന്ന ഉടനെ അങ്ങ് സമ്മതിച്ചു, ഒറ്റയടി. നിൻ്റെ ഇരിക്കുന്ന തെറ്റാന്നൊന്നും പറയാതെ. അതുകൊണ്ട് നമുക്കതിൻ്റെ ഓഡിയോ ഫോമും കൂടെ ഒന്ന് കേട്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓഡിയോ ഫോം കേട്ടപ്പോൾ ദാ കിടക്കുന്നു ബെസിലിക്ക. എന്നിട്ടൊരു കമൻട്രി കൊടുത്തിട്ടുണ്ട്, എഴുതുന്നത് ബെസിലിയ എന്നാണെങ്കിലും വായിക്കുന്നത് ബെസിലിക്ക എന്നാണ്. ആ ദൈവം ഏൽപ്പിക്കുന്ന വെളിപ്പാടിൻ്റെ ആ ഗൗരവം തെറ്റത്തില്ല. ദൈവം ഏൽപ്പിക്കുന്ന വെളിപ്പാടിൻ്റെ ഗൗരവം ഇതുപോലെയായിരുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും അതിനെ ദൈവം എടുത്തു കളഞ്ഞു എന്നെനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ആ വാക്യം എനിക്ക് ഹിറ്റ് ചെയ്യുന്നത്. 104 സങ്കീർത്തനത്തിൽ ഞാൻ തോന്നല്ലായിരുന്നു. 104 എത്രാമത്തെ വാക്യമാണ്? നമ്മൾ ആ ഭാഗങ്ങളെല്ലാം കൂടെ കവർ ചെയ്തുകൊണ്ടായിരുന്നു പാൻ തുടങ്ങുന്ന. എനിവേ, ദൈവം അതിനു വേണ്ടി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് ഈ ഭ്രമണപഥത്തിൽ നിന്ന് ദൈവം അതിനെ എടുത്തു മാറ്റുകയായിരുന്നു. അപ്പോൾ ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഈ പ്രസ്താവിക്കുന്നത് ഒരു പൊതുസ്ഥലത്തായതുകൊണ്ടും ഒരൊറ്റയാളിനെ പോലും മിസ്ഗൈഡ് ചെയ്തുകൂടാ എന്നുള്ളത് കൊണ്ടും കുറേ ഡേറ്റകൾ എടുക്കുന്നത്
വെബ്സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ട് പറയുന്നത് അതുപോലെ അക്യുറേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തി എടുക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. കുറച്ച് പിക്ചർ ഇന്ന് കാണിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിനകത്ത് മിക്കവാറും കമ്പ്യൂട്ടർ ആനിമേഷൻസാണ്. എന്ന് പറഞ്ഞാൽ എങ്ങൊന്നും കോപ്പി ചെയ്തെടുത്തതല്ല, ഞങ്ങൾ തന്നെ വരച്ചുണ്ടാക്കിയതാണ്. അത് സഹോദരന്മാർ അത് കമ്പ്യൂട്ടറിലാക്കി കാണിക്കും. അതുകൊണ്ട് നമുക്കത് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ ദൈവിക സൃഷ്ടി എന്ന് ഒക്കെ കിട്ടിയ എത്രാമതായിരുന്നു? 104 എത്രയായിരുന്നു? നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് അത് വാങ്ങിപ്പോയി. ഞാൻ പറഞ്ഞ വാക്ക് എന്നെ വ്യക്തമാണ്. നീ അതിന് നിശ്ചയിച്ച സ്ഥലത്തേക്ക് അത് വാങ്ങിപ്പോയി. ദൈവം ഭൂമിക്ക് വേണ്ടി ഒരു സ്ഥലം നിശ്ചയിച്ചിരുന്നു. അവിടേക്ക് ദൈവം അതിനെ മാറ്റുകയും ചെയ്തു. ഓക്കെ, സോറി. അതിനുവേണ്ടി നിശ്ചയിച്ചൊരു സ്ഥലത്തേക്ക് മാറ്റി. നമുക്കിതിൻ്റെ ആരംഭത്തിലേക്ക് പതുക്കെ ഇറങ്ങി വരാം. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഭൂമി എങ്ങനെയായിരുന്നു? ഇന്ന് നാം നിൽക്കുന്ന അധിവസിക്കുന്ന രൂപത്തിലേക്ക് അതെങ്ങനെ മാറി? ഇതിനപ്പുറത്ത് എന്തൊക്കെ ഉണ്ടാകും എന്നിത്യാദി കാര്യങ്ങളെ ദൈവ സൃഷ്ടിയോട് ബന്ധപ്പെടുത്തി എടുത്താൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശവും പിശാചിൻ്റെ ഇൻ്റർഫിയറൻസും അതിൻ്റെ മേൽ ദൈവം നമുക്ക് തരുന്ന ജയവും അധികാരവും ഈ വിഷയങ്ങളെ ഒന്നിച്ച് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. റെഫറൻസ് എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ എഴുതിക്കോ, കുറേ ഉണ്ട് എഴുതാൻ. എനിക്ക് തോന്നുന്നത് സഹോദരന്മാർ എന്നെ സഹായിക്കുന്നുണ്ട്. ചിൻഡുവാണ് ഇന്നത്തെ മെയിൻ ആൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒക്കുമെങ്കിൽ ഈ വാക്യങ്ങളെല്ലാം കൂടെ അതിനകത്ത് കയറ്റി ഒരു വലിയ ചാർട്ടാക്കി എടുക്കാൻ നോക്കാം. ഇന്നിപ്പം വാക്യങ്ങളൊന്നും അതിനകത്തില്ല, കാര്യമായിട്ട് അധിക വാക്യങ്ങൾ അതിനകത്തില്ല. ചാർട്ട് ഉണ്ടാക്കി എടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. എനിവേ, നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നിൽക്കട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിച്ചു എന്നതിന് ബാരക് എന്ന വാക്കാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാരക് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദിയിൽ ദൈവം, ആദിയിൽ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ആർക്കും അറിയത്തില്ല. ദൈവം 6 ദിവസം കൊണ്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്നൊരാശയം, ഒരു ചിന്താക്കുഴപ്പം നമ്മുടെ ഇടയിലുണ്ട്. അല്ല. ആ 6 ദിവസങ്ങൾ തുടങ്ങുന്നതിന് മുന്നമേ, അതിനൊക്കെ വളരെ മുന്നമേ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബാരക് എന്ന വാക്കിൻ്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കിക്കൊണ്ടുവരികയെന്ന്. നമ്മളെ പദം ഒരുപാട് പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിക്കുക എന്ന പദം ഞാൻ 2 ആഴ്ചയെങ്കിലും എടുത്തു. അതിനകത്ത് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ എന്നത്തെയും പ്രത്യേകത ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കിക്കൊണ്ടുവരികയാണ്. താൻ സൃഷ്ടിക്കുന്നവനാണ്. അത് പാഴും ശൂന്യവുമായിരുന്നു എന്നാണ് നമുക്ക് അവിടെ വെച്ച് കാണാൻ കഴിയുന്നത്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. ദൈവം ആരംഭത്തിങ്കിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. അവൻ ഭൂമിയെ സൃഷ്ടിച്ചത് പാഴായിട്ടല്ല, പാർപ്പിനായിട്ടായിരുന്നു അതിനെ സൃഷ്ടിച്ചത്. പാഴായിട്ടല്ല, പാർപ്പിനായിട്ട്. 45-ന്റെ എത്രാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? 18 വായിച്ചാട്ടെ. 45:18. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിശ്ചയിച്ചത്. ഞാൻ തന്നെ യഹോവ. മതി. ഞാൻ അതിനെ സൃഷ്ടിച്ചത് പാഴായിട്ടല്ല, പാർപ്പിനു വേണ്ടിയാണ്. ഭൂമി പാഴും ശൂന്യവും ആയിരുന്നുവെന്ന് ഉൽപ്പത്തി 1:1 കാണാം. യെശയ്യാവ് 45:18 പാഴായിട്ടല്ല സൃഷ്ടിച്ചത്, പാർപ്പിനായിട്ടായിരുന്നു സൃഷ്ടിച്ചത്. പിന്നെ ഇതിന് എന്ത് സംഭവിച്ചു? ഇത് പാഴും ശൂന്യവും ആയിത്തീർന്ന ചരിത്രത്തെക്കുറിച്ച് ഉൽപ്പത്തി 1:1 പറയുന്നില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു എന്നായിരുന്നു സത്യത്തിൽ തർജ്ജമ ചെയ്യേണ്ടിയിരുന്നത്. ആ തർജ്ജമയിൽ ഒരു പെശക് പറ്റിപ്പോയതാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. ഇവിടെ ആദിയിൽ ദൈവം എന്ന പദത്തിന് ഏലോഹീം എന്ന വാക്കാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചത്. ഏലോഹീം എന്ന വാക്ക് ബഹുവചനമാണ്.
എബ്രായ ഭാഷയിൽ ഈം എന്ന ശബ്ദം ഏതെങ്കിലും ഒരു വാക്കിൻ്റെ ഒടുവിൽ വന്നാൽ അത് ബഹുവചനമാണ്. ഉൽപ്പത്തി 1 തന്നെ 2 പ്രാവശ്യം ഈം ശബ്ദം കാണാം. ആദിയിൽ ദൈവം ആകാശവും എന്നതിന് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഷമായീം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈം പല സ്വർഗങ്ങൾ. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ഷമായീം ഏലോഹീം എന്ന 2 പദം ഒരുമിച്ച് കാണാം. ഏലോഹീം എന്നത് ദൈവത്തിൻ്റെ ബഹുവചന രൂപത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിന് ഒരു ബഹുവചനം ഉണ്ടോ? ഉണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ദൈവം. നമ്മൾ എടുത്തു വരുമ്പം ദൈവത്തിൻ്റെ വചനമാണ്, നമ്മളങ്ങ് താഴോട്ടങ്ങ് ഇറങ്ങും. കുറേ കാര്യങ്ങൾ നമ്മൾ തൊട്ടേ പോകത്തുള്ളൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് ഏലോഹീം. ഏലോഹീം എന്ന വാക്ക് അവിടെ കാണാൻ കഴിയും. അത് ബഹുവചനമാണ്. നമുക്ക് തെളിവിന് വേണ്ടി ആവർത്തന പുസ്തകം 10:14 നോക്കാം. ആവർത്തന പുസ്തകം 10:14. സ്വർഗങ്ങൾ പലത് എന്ന ആശയത്തിലേക്ക് ആദ്യം പോകാനായിട്ട്, സ്വർഗങ്ങൾ പലത് എന്ന ആശയത്തിലേക്ക് ആദ്യം സ്വർഗവും സ്വർഗാതി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവ ആകുന്നു. സ്വർഗവും സ്വർഗാതി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക്. അപ്പം സ്വർഗം എത്ര ഉണ്ട്? സ്വർഗവും സ്വർഗാതി സ്വർഗവും, സ്വർഗത്തിന് മുകളിൽ ഒരു സ്വർഗമുണ്ട്, അതിനെയും ചേർത്ത് പറയുന്നു സ്വർഗാതി സ്വർഗവും. ആവർത്തനം 32:1 വാക്യം, അത് ഇംഗ്ലീഷിൽ വായിച്ചാലേ കിട്ടത്തുള്ളൂ. ആവർത്തനം 32:1 ഇംഗ്ലീഷിൽ. മലയാളത്തിൽ വായിച്ചു, അർത്ഥം അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷിലും വായിക്കണമെന്നേ ഉള്ളൂ. 32:1. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കാം. ഇംഗ്ലീഷിൽ നോക്കാം പ്ലീസ്. അവിടെ കിടപ്പുണ്ടല്ലാണ്ട് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. Can somebody read from there? ആ സൈഡിൽ നിന്ന് ആർക്കെങ്കിലും വായിക്കാമോ? Give ear, O ye heavens, and I will speak. Heavens, സ്വർഗങ്ങളെ എന്നാണ് അവിടെ വിളിക്കുന്നത്. 1 രാജാക്കന്മാർ 8:27 അങ്ങ് സ്വർഗത്തിലും. 1 രാജാക്കന്മാർ 8:27. എനിക്ക് തോന്നുന്നത് നമ്മുടെ സഹോദരന്മാരാരെങ്കിലും, നമ്മുടെ കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ അതൊരു ചാർട്ടായിട്ട് അവർക്ക് എടുക്കാൻ കഴിയും. ആനിമേഷൻസ് അവർ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വി വിൽ കം ഇൻ ടു ദാറ്റ്. സ്വർഗവും സ്വർഗാതി സ്വർഗങ്ങളും എന്ന പദം കാണാം 1 രാജാക്കന്മാർ 8:27. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. ഇനി വായിക്കണമെന്നില്ല. നെഹമ്യ 9:6, സങ്കീർത്തനങ്ങൾ 68:33, സങ്കീർത്തനങ്ങൾ 102:25 ഇവ സ്വർഗം ഒന്നല്ല, സ്വർഗത്തിന്റെ മുകളിൽ സ്വർഗമുണ്ട് എന്ന് കാണിക്കുന്നു. എഫെസ് ലേഖനം 4:10. നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് 2-3 വാക്യങ്ങൾ നോക്കാം. എഫെസ് ലേഖനം 4:10. 2-3 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നോക്കാൻ പോവാം. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. സ്വർഗാതി സ്വർഗത്തിന്റെ മീതെ കയറിയവനാണ് നമ്മുടെ ദൈവം. എബ്രായ ലേഖനം 4:14 എബ്രായ ലേഖനം 7:26 ഇതേ കാര്യം തന്നെ കാണാം. ഇതിന്റെ അല്പം കൂടെ ഒരു വിശദീകരണം അവിടെ പോയേച്ചു വന്ന് പൗലോസ് പറയുന്നുണ്ട്. വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 12:1-2 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 12:1-2 വാക്യങ്ങൾ. അവിടെ പോയിച്ചു. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ഒരു അനുഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നു, ഒരു ദർശനത്തെ വെളിപ്പാടിനെ കുറിച്ച്. വായിച്ചാട്ടെ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നറിയുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 3 സ്വർഗങ്ങളാണ് എന്ന് ഇവിടെ എടുത്തു കാണാം. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. മോനെ ആ പിക്ചർ എന്താന്നാട്ടെ. നമ്പർ 5. അണ്ട് അവിടെ ഇടയ്ക്കണ്ട കറുത്ത മാർക്കിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഭൂമണ്ഡലം എന്നിരിക്കട്ടെ. അതെ, ഭൂമണ്ഡലമാണ്. അതിൻ്റെ നേരെ മുകളിലായി മേഘങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷം കാണാൻ കഴിയും. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ മുകളിൽ നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന 2-മതൊരു മണ്ഡലം കാണാം. അതിൻ്റെ മുകളിൽ ബ്ലാങ്കായി കിടക്കുന്ന 3-മതൊരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അന്തരീക്ഷത്തെയും നക്ഷത്രങ്ങളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന ഭാഗത്തെയും ഏറ്റവും മുകളിൽ ബ്ലാങ്കായി കാണുന്ന ഭാഗങ്ങളെയും 3 ഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ്
സ്വർഗം, ഹെവൻ എന്ന ഒറ്റ പദം കൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു, പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നിടത്തോട്ട് നോക്കൂ. ഒന്ന് ഭൂമി, അതിനകത്ത് ചില രാജ്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, റാദർ ഭൂഖണ്ഡങ്ങൾ അതിനകത്ത് നമുക്ക് ഏറെക്കുറെ കാണാം. ആ ഭൂമിക്ക് തൊട്ടു മുകളിലായി മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ അന്തരീക്ഷം മാത്രം കാണാം. ആ അന്തരീക്ഷത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിനകത്ത് മേഘങ്ങൾ നിൽക്കുന്ന ഒരു ലെയറുണ്ട്. അതിൻ്റെ ഒരു അല്പം കൂടെ മുകളിലോട്ട് മാറിയാൽ ഒരുപാട് വാതകങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒത്തിരി ലെയറുകളുണ്ട്. F1 ലെയർ, F2, F3 ഇങ്ങനെ കുറേ ലെയറുകളുണ്ട്. ഏറ്റവും മുകളിലായിട്ട് അയണോസ്ഫിയർ ഉണ്ട്. അതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ അന്തരീക്ഷം എന്ന് വിളിക്കുന്നത്. ദൈവം എന്തിനു വേണ്ടിയാണ് ഈ അയണോസ്ഫിയറും അതും ഇതൊക്കെ തന്നിരിക്കുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ന്യൂസിലൻഡ് റീജിയനിലോട്ട് ചെന്നാൽ അതിൻ്റെ മുകളിലുള്ള അയണോസ്ഫിയർ കേടായി പോയതുകൊണ്ട് ഇന്ന് അവിടെ പണ്ടായിരുന്നേ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വാസ്ലൈൻ പോലെ എന്തോ ഒന്ന് പുരട്ടിക്കൊണ്ട് കുഞ്ഞുങ്ങൾ പോകത്തുള്ളായിരുന്നു ഒരു സ്കിൻ ഓയിൻമെൻറ്റ്. ഇപ്രാവശ്യം ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ അറിഞ്ഞു, വലിയവർ പോലും വെളിയിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത ഭാഗങ്ങളിൽ മുഴുവനും ആ വാസ്ലൈൻ പുരട്ടിക്കൊണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ തിരിച്ചു വരുന്നത് ക്യാൻസറുമായിട്ടായിരിക്കും. കാരണം മുകളിൽ അന്തരീക്ഷത്തിൻ്റെ അയണോസ്ഫിയറിന് കേടുപറ്റിയതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഉയർന്ന പുകയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഒരുപാട് അടിച്ച് അന്തരീക്ഷത്തിൻ്റെ മുകളിൽ ലെയറുകൾ പോയതിനാൽ സൂര്യനിൽ വരുന്ന ചില രശ്മികൾ ഭൂമിയിലേക്ക് എത്തുകയും, അത് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ ലെയർ ഉണ്ടാക്കി വെച്ചത്, ഭൂമിയിലേക്ക് എത്തുകയും അത് മുഖേന സ്കിൻ ക്യാൻസറുമായി ആളുകൾ മടങ്ങി വരികയും ചെയ്യും. അവിടെയാണ് വല്ലപ്പോഴും ഒരിക്കലേ സൂര്യനെ കാണത്തുള്ളൂ. ദക്ഷിണ ധ്രുവത്തോട് അടുത്ത് നിൽക്കുന്ന ഭാഗമാണ്. അവിടെ നിന്നാൽ സദേൺ പോൾ സ്റ്റാർ കാണാം. ദക്ഷിണ ധ്രുവത്തോട് അടുത്ത് നിൽക്കുന്ന ഭാഗമാണ്. വല്ലപ്പോഴും ഒരിക്കലേ സൂര്യനെ കാണത്തുള്ളൂ. കിട്ടുന്ന എന്ന ആകാംക്ഷയോടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ സൂര്യൻ്റെ രശ്മി അടിച്ചു പോയെങ്കിൽ ക്യാൻസറുമായിട്ടാണ് തിരിച്ചു വരുന്നത്. കാര്യം അയണോസ്ഫിയർ പോയി. ഇതെല്ലാം കൂടി ആ ഒരു മണ്ഡലത്തിൽ തീരും അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൻ്റെ മുകളിലാണ് കോടാനുകോടി നക്ഷത്രങ്ങൾ ഒരുമിച്ചുള്ളത്. നക്ഷത്ര ശാസ്ത്രജ്ഞന്മാരിൽ ഒരിക്കൽ ഒരാൾ പറഞ്ഞത്, അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ മുകളിൽ 9 വാര കനത്തിന് 27 അടി കനത്തിന് ഒരളവങ്ങ് പറഞ്ഞതേ ഉള്ള കാര്യം, 27 അടി കനത്തിന് കടൽ തീരത്തു നിന്ന് ലഭിക്കുന്ന കൊച്ചു മണലുകൾ വിരിച്ചാൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ മുകളിൽ മുഴുവനും 27 അടി കനത്തിന് കടൽ തീരത്തു നിന്ന് വാരുന്ന മണൽ കൊണ്ട് വിരിച്ചാൽ എത്ര കോടി മണൽത്തരികൾ കാണും. അത്രയും നക്ഷത്രങ്ങളുണ്ടെന്ന്. നക്ഷത്രം അതിൽ കുറയത്തില്ല, നക്ഷത്രങ്ങളുടെ എണ്ണം. അത്രയും നക്ഷത്രങ്ങൾ നിറഞ്ഞ ലക്ഷക്കണക്കിന് മൈലുകൾ വലിപ്പമുള്ള ഒരു വലിയ ഏരിയയെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ചിത്രീകരിക്കുകയാണ്. മേഘമണ്ഡലത്തെ ഒന്നാം സ്വർഗമെന്ന് വിളിക്കും. ഒന്നാം സ്വർഗം എന്ന് മേഘമണ്ഡലത്തെ വിളിക്കും, നമ്മുടെ അന്തരീക്ഷത്തെ. നക്ഷത്രമണ്ഡലത്തെ രണ്ടാം സ്വർഗം എന്ന് വിളിക്കും. അതിൻ്റെ മുകളിൽ ബ്ലാങ്കായി വരച്ചു കാണിച്ചിരിക്കുന്ന ഭാഗത്തെയാണ് മൂന്നാം സ്വർഗം എന്ന് വിളിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം. ദൈവത്തിൻ്റെ വാസസ്ഥലമെന്ന് നാം വിശ്വസിക്കുന്ന ഭാഗം, അതാണ് മൂന്നാം സ്വർഗം എന്ന് അതിനെ വിളിക്കുന്നു. ഇനി താഴോട്ടൊന്ന് നോക്കിക്കാട്ടെ. ആ ഭൂമിയുടെ പടം തന്നെ നമുക്ക് തിരിച്ചു വരാം. അതിൻ്റെ നേരെ താഴോട്ട് അബ്രഹാമിൻ്റെ മടി എന്ന് അതിൻ്റെ താഴോട്ട് 3 ഭാഗങ്ങൾ കാണാം. ആ 3നെയും കൂടെ ചേർത്താണ് നരകം എന്ന് മലയാളത്തിൽ അവിടെയും ഇവിടെയും തർജ്ജമ ചെയ്തിരിക്കുന്ന തർജ്ജമയുടെ തെറ്റാണത്. പാതാളം എന്ന് പറയുന്ന ഭാഗം. ശാസ്ത്രീയമായി പാതാളം എവിടെയെന്ന് പറയാൻ എനിക്കിതുവരെ അറിയാൻ വയ്യ. എനിക്കറിയാൻ വയ്യാത്തതിൻ്റെ അർത്ഥം ആർക്കും അറിയാൻ വയ്യ എന്നല്ല, എനിക്കറിയാൻ വയ്യ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പാതാളം എന്നറിയപ്പെടുന്ന ഭാഗം അതാ. വേദപുസ്തക പ്രകാരം മാത്രമാണ് ഞാനത് എടുക്കുന്നത്. മറ്റേത് ശാസ്ത്രീയമായിട്ട് എനിക്ക് പറയാൻ അറിയാം, ഇത് ശാസ്ത്രീയമായിട്ട് എനിക്ക് പറയാൻ അറിയാൻ വയ്യ. പാതാളം എന്ന് പറയുന്ന ഭാഗം ഇതാ. ആ പാതാളത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും മുകളിലായി കാണുന്ന ഭാഗത്തെ മുകളിലത്തെ പാതാളമെന്നോ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടി എന്നോ യഹൂദന്മാർ വിളിച്ചിരുന്നു. അതിനെ ഷിയോൾ എന്നാണ് എബ്രായ ഭാഷയിൽ എഴുതുന്നത്. ഷിയോൾ എന്നാണ് അതിനെ എബ്രായ ഭാഷയിൽ എഴുതുന്നത്. ഹെഡീസ് എന്നാണ് ഗ്രീക്കിൽ അതിനെ വിളിക്കുന്നത്. ആ ഭാഗത്തായിരുന്നു പഴയ നിയമകാലത്ത് മരിച്ചുപോയ ഭക്തന്മാരുടെ ആത്മാക്കൾ പോയി വിശ്രമിച്ചിരുന്നത്. നമുക്ക് തിരിച്ചവിടെ വരാം. പഴയ നിയമകാലത്ത് മരിച്ചു പോയിരുന്ന ഭക്തന്മാരുടെ ആത്മാക്കൾ അവിടെയായിരുന്നു പോയി വിശ്രമിച്ചിരുന്നത്. ഞാൻ 1-2 തെളിവുകൾ വേദപുസ്തകത്തിൽ നിന്ന് വേഗത്തിൽ കൊട്ടിച്ചിട്ട് പൊതുഭാഗത്തുനിന്ന് അങ്ങ് മാറും. അതിനടുത്തടുത്തോട്ട് നമ്മൾ പോകും. ഉൽപ്പത്തി പുസ്തകം 37:35 നോക്കിക്കാട്ടെ. ഉൽപ്പത്തി പുസ്തകം 37:35. ജനസിസ്. ആരെങ്കിലും കിട്ടുന്നവരൊക്കെ വായിച്ച് സഹായിക്കണേ.
യാക്കോബ് വിളിച്ചു പറയുന്ന ഒരു പദമാണിത്. യാക്കോബ് എന്നൊക്കെ പറഞ്ഞ ആരാ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിച്ച മനുഷ്യന്റെ അന്തിമ പ്രത്യാശയാണ്. 2-3 മൈക്കെടുത്തു. അന്തിമ പ്രത്യാശയാണ് ഞാൻ എൻ്റെ മകന്റെ അടുക്കലേക്ക്. അതാരുടെ? ഈ മകൻ എന്ന് പറയുന്ന ആരുടെ കാര്യമാണ്? യോസേപ്പിന്റെ കാര്യമാണ്. യോസേപ്പ് മരിച്ചുപോയി എന്ന് അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. പഴയ നിയമ ഭക്തന്മാരുടെ പ്രത്യാശ പാതാളമായിരുന്നു, വേറെ ഒരു പ്രത്യാശ അവർക്കില്ലായിരുന്നു. 42:38 നോക്കിയാട്ടെ. ഉൽപ്പത്തി തന്നെ 42:38. 42:38 യാക്കോബിന്റെ പ്രസ്താവന തന്നെയാ. എന്റെ മകൻ നിങ്ങളോട് കൂടെ പോരുകയില്ല, അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കുമെന്ന് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാക്കോബിന്റെ ചിന്താഗതിക്ക് ഒരു വ്യത്യാസവുമില്ല. തന്റെ യോസഫ് പോയി, അദ്ദേഹം മരിച്ചു എന്ന് യാക്കോബ് തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ ബെന്യാമീനെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്റെ നരയെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിലേക്ക് ഇറങ്ങും, എനിക്ക് പോകാനുള്ള സ്ഥലം പാതാളമാണ്. 44:29 വീണ്ടും അക്കാര്യം കാണാം. പോട്ടെ. യോബിന്റെ പുസ്തകം 14:13. യോബിന്റെ പുസ്തകം 14:13. യോബിന്റെ പ്രത്യാശ എന്തായിരുന്നു? പാതാളം. അതെന്റെയും പ്രത്യാശ. മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല, നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരു അവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ദൈവമേ, നീ എന്നെ പാതാളത്തിലോട്ട് അയക്കുക, ഞാൻ ചാകാൻ പോവാ. അങ്ങനെ ചെയ്തേ നന്നായിരുന്നു. എനിക്ക് പ്രത്യാശ ആവുപാടെ അത്രേ ഉള്ളൂ. പക്ഷേ എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നേ കൊള്ളായിരുന്നു, ഞാനൊന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റേ കൊള്ളായിരുന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. പഴയ നിയമ ഭക്തന്മാരുടെ ഒത്തിരി ഉണ്ട്. യോബിന്റെ പുസ്തകം 17:13, 1 ശമൂവേൽ 2:6 മുതലായ ഭാഗങ്ങളെല്ലാം പാതാളത്തെക്കുറിച്ചാണ് അവരുടെ പ്രത്യാശയായി ചിത്രീകരിക്കുന്നത്. പഴയ നിയമ ഭക്തന്മാർ മരിച്ചാൽ പോകുന്ന പാതാളം ഇതാണ്. ഇതിൻ്റെ പേര് ഹെഡീസ് എന്നോ ഷിയോൾ എന്നോ പറയുന്ന ഭാഗമാണ്. അതാണ് മുകളിലത്തെ പാതാളം എന്ന് നമ്മൾ കണ്ടത്. എന്നാൽ ആവർത്തന പുസ്തകം പിക്ചർ നമ്മൾ തിരിച്ചു വന്നു. താഴത്തെ അറ്റത്ത് ലോവസ്റ്റ് ഹെൽ, ആവർത്തന പുസ്തകം 32:22 നോക്കാമോ? ആവർത്തനം 32:22 ഇംഗ്ലീഷും കൂടെ കാണിച്ചേക്കണേ. എന്റെ കോപത്താൽ നീ ജ്വലിച്ചു, പാതാളത്തിന്റെ ആഴത്തോളം കത്തും. പാതാളത്തിന്റെ ആഴത്തോളം കത്തും. പാതാളത്തിന് ഒരു ആഴമുണ്ട്. ഭൂമിയെയും അതിന്റെ അനുഭവത്തെയും ദഹിപ്പിച്ചു, പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും. ഇത് ഭൂമിയിൽ മുതൽ ആരംഭിച്ച് പാതാളത്തിന്റെ ആഴം വരെ പോകും. ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാട്ടത് 32:22. For a fire is kindled in mine anger and shall burn unto the lowest hell. Lowest hell. Lower hell അല്ല, it's a lowest. And shall consume the earth. That will do. ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർക്കെല്ലാം മനസ്സിലാകും. ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ there has to be minimum 3. It's not a lower hell, it's a lowest hell. അങ്ങനെയാണെങ്കിൽ ഇതിനിടയ്ക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇനി സങ്കീർത്തനങ്ങൾ 86:13. സങ്കീർത്തനങ്ങൾ 86:13. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അധമ പാതാളത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു. അത് ഇംഗ്ലീഷിൽ നോക്കാം. For great is thy mercy toward me, and thou hast delivered my soul from the lowest hell. From the lowest hell. Lowest hell എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദപ്രയോഗത്തിന് അധമ പാതാളം എന്നൊരു ഒരാശയമാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴ് നരകത്തിന്റെ അല്ലെങ്കിൽ നരകത്തിന്റെ എന്ന് പറഞ്ഞ് ക്ഷമിക്കണം, പാതാളത്തിന്റെ 2 ഭാഗങ്ങളെ നമ്മൾ കണ്ടു. ഇതിൽ താഴത്തെ അറ്റത്തെ അധമ പാതാളത്തെയാണ് നരകം എന്ന പേരിനാൽ സത്യത്തിൽ അറിയപ്പെടുന്നത്. ആ വാക്കാണ് നരകം എന്ന് തർജ്ജമ ചെയ്യേണ്ടത്. മുകളിലത്തെ പാതാളം ഭക്തന്മാരുടെ പ്രത്യാശാ കേന്ദ്രവും, അധമ പാതാളം ലോവസ്റ്റ് ഹെൽ പാപികളുടെ അന്തിമ വിശ്രമവുമാണ്, അന്തിമ സ്ഥലവുമാണ്. വിശ്രമം അവർക്കില്ല, അവരവിടെ ദണ്ഡിപ്പിക്കപ്പെടാൻ പോകുക, അതിൻ്റെ സ്ഥലവുമാണ്. ഇതിന് ഇടയ്ക്കൊരു പാതാളം കിടപ്പുണ്ട്. നമുക്കൊന്ന് നോക്കാം. 2 പത്രോസ് 2:4. 2 പത്രോസ് 2:4. 2 പത്രോസ് 2:4. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, അതാണ് 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാരെ
പാപം ചെയ്ത ദൂതന്മാരെ, സ്വന്തം വാഴ്ച കാത്തുകൊള്ളാതെ പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കാതെ ചങ്ങലയിട്ട് നരകത്തിലാക്കി സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ടാർട്ടസ് എന്ന പേരാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടാർട്ടസ്. മുകളിലത്തെ പാതാളത്തിനെ ഹെഗ്ഡേസ് എന്ന പേരിൽ വിളിക്കുമ്പോൾ ടാർട്ടസ് എന്ന പേരിലാണ് ഈ മധ്യപാതാളത്തെ വിളിക്കുന്നത്. അതിൻ്റെയും താഴെയാണ് ദ ലോവസ്റ്റ് ഹെൽ. നമുക്ക് ആ പിക്ചറിലേക്ക് മടങ്ങി വരാം. പാപം ചെയ്ത ദൂതന്മാർ ഇതിൻ്റെ നടുവിൽ കിടപ്പുണ്ട്. ആ പിക്ചറിലേക്ക് ഒന്ന് മടങ്ങി വരാം. മുകളിലത്തെ പാതാളം അബ്രഹാമിൻ്റെ മടി എന്നതിനെ വിളിച്ചു, പഴയ നിയമ ഭക്തന്മാർ പാർത്തിരുന്ന ഇടം. അതിൻ്റെ താഴത്തെ സ്ഥലം പാപം ചെയ്ത ദൂതന്മാരെ, ഞാൻ ഇന്ന വാക്കിലേക്ക് തിരിച്ചു വരും ഒരല്പസമയത്തേക്ക്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം പൂട്ടിയിട്ടിരിക്കുന്നതായ സ്ഥലം. അതിൻ്റെ താഴെ അധർമ്മികളെ ദൈവം ദൈവം കൊണ്ടിട്ടിരിക്കുന്നതായ സ്ഥലം. ഇങ്ങനെ 3 പാതാളങ്ങളുണ്ട്. സ്വർഗവും 3 എണ്ണമുണ്ട്. സ്വർഗവും സ്വർഗാധിസ്വർഗവും എന്ന് ചുരുക്കി പറഞ്ഞു. ഭൂമിക്ക് മുകളിലും താഴെയുമായി 3 സ്ഥലങ്ങളെ വീതം വേർതിരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. മുകളിലേക്കുള്ളതിനെ വിശദീകരിക്കാൻ എനിക്കറിയാം ശാസ്ത്രീയമായി, പക്ഷെ താഴേക്കുള്ളതിനെ വിശദീകരിക്കാൻ എനിക്കറിയാൻ വയ്യ. അതിൻ്റെ അർത്ഥം വേറെ ആർക്കും അറിയാൻ വയ്യ എന്നല്ല. എനിക്ക് തിരുവചനത്തിൽ നിന്ന് മാത്രമേ അത് എടുക്കാൻ കഴിയത്തുള്ളൂ. അത് വിശദീകരിക്കാൻ അറിയാവുന്നവർ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഫ്രം എനിവെയർ കോണ്ടാക്ട് മീ. എനിക്കത് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. പഴയ നിയമ ഭക്തന്മാരുടെ പ്രത്യാശ അബ്രഹാമിൻ്റെ മടി എന്ന് വിളിക്കപ്പെടുന്ന പാതാളത്തിൻ്റെ മുകളിലത്തെ തട്ടായിരുന്നു. അതിൻ്റെ താഴെയായി പാപം ചെയ്ത ദൂതന്മാരെയും ഏറ്റവും ഒടുവിലായി അന്ധതമസിൽ കിടക്കേണ്ട ദുഷ്ടന്മാരെയും ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇനി പാപം ചെയ്ത ദൂതന്മാരെ ഇവരാരായിരിക്കും? യൂദായുടെ ലേഖനം 4-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം കിടപ്പുണ്ട്. ദയവായി നോക്കാമോ? യൂദായുടെ ലേഖനം 4-ാമത്തെ വാക്യം. യൂദാ 4. യൂദാ 4. നമ്മുടെ ദൈവത്തിന്റെ കൃപയോ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തന്മാരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ സകലവും ഒരിക്കൽ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ. വാക്യോടല്ലോ, സോറി, ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ. അത് എത്രാമത്തെ വാക്യമാണ്? 4-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യമാണ്. ഓക്കെ, പ്ലീസ്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മതി. ദൂതന്മാരെ ബന്ധിച്ച് വായിച്ചു. മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അന്ധകാരത്തിന്റെ കീഴിൽ ഒരു കൂട്ടം ദൂതന്മാരെ സൂക്ഷിച്ചിരിക്കുന്നു. 2 പ്രാവശ്യം ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഉപദേശമായി സ്ഥാപിക്കണമെങ്കിൽ മിനിമം 2 വാക്യങ്ങൾ വേണം. ഇണവാക്യമില്ലാത്ത യാതൊന്നിനെയും ഉപദേശമായി സ്ഥാപിക്കാൻ ഒക്കത്തില്ല. ഇതെന്തായിരിക്കും? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടം ദൂതന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കാണുകയും തങ്ങൾക്ക് ബോധിച്ചവരെ വിവാഹത്തിന് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ദൈവം അവർക്ക് കൊടുത്തിരുന്ന ദൈവിക വാഴ്ച കാത്തുകൊള്ളാതെ അവരെ ദൈവം എവിടെ ആക്കിയത്? കം ബാക്ക് ടു ദ ഫിഗർ നമ്പർ 1. ദൈവം അവരെ എവിടെയാണ് ആക്കിയിരുന്നത് നമുക്ക് നോക്കാം. ആ ഫിഗർ 1-ാമത്തെ ഫിഗറിലേക്ക് തിരിച്ചു വന്നാട്ടെ. ദൈവം അവരെ ആക്കിയിരുന്നത് എവിടെയാണ്? ഫിഗർ 5. ഐ എം സോറി, കം ടു 5. നമ്മൾ മുമ്പേ പ്രൊജക്റ്റ് ചെയ്ത ഫിഗർ അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഐ എം സോറി. ഫിഗർ നമ്പർ 5. ആ നക്ഷത്രമണ്ഡലങ്ങളിൽ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഓരോന്നിലാണ് ദൈവം ദൂതന്മാരെ പാർപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്കും പോകാം. നമ്മളൊരു വലിയ സമ്മറി ആയിട്ട് അത് എടുത്തു വരുന്നത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. ദൈവം തൻ്റെ ദൂതന്മാരെ പാർപ്പിച്ചിരിക്കുന്നത് നക്ഷത്രങ്ങളുടെ മണ്ഡലത്തിനകത്താണ്. ഈ ദൂതന്മാരുടെ എണ്ണമൊക്കെ ഒരുപാടുണ്ട് നക്ഷത്രങ്ങളുടെ അകത്ത്. ഞാൻ അതിനോട്ട് ഒരുപാട് വിശദമായിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് മേ ബി ഒരു ശനിയാഴ്ചത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരിയും കൂടെ വിശദമായിട്ട് നമുക്കത് എടുക്കാം. ജഡ്ജസിൻ്റെ ബുക്ക് 5-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ജഡ്ജസ് 5:20 വരുമ്പോൾ നോക്കാം. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു, അവ സീസരയുമായ സ്വഗതികളിൽ പൊരുതു. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ സീസരയുമായി പൊരുതു എന്ന് കാണാം. അവിടെ പറയുന്നത് ആകാശത്തെ നക്ഷത്രങ്ങളിൽ ചിലത് അല്ലെ നക്ഷത്രങ്ങൾ സീസറോട് പൊരുതു. സീസറും ദെബോരയുമായി ഒരു യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ സീസർ തോറ്റുപോയി. പാസ്റ്റർ ടി.കെ. സന്തോഷ് ഇവിടെ ഉണ്ടോ? ഇല്ല. ടി.കെ. സന്തോഷ് കഴിഞ്ഞ ഒരു ദിവസം അതിനെക്കുറിച്ച് ഒരല്പം വിശദമായിട്ടൊന്ന് എടുത്തിരുന്നു. മിസ്രയീം രാജാവിന്
ഇസ്രയേൽ ജനം അവിടുന്ന് പോരുന്ന കാലത്ത് 60 രഥങ്ങളോ ഏതാണ്ടാ ഉണ്ടായിരുന്നു. അദ്ദേഹം കറക്റ്റ് ഫിഗർ പറഞ്ഞായിരുന്നു. 60 ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു. മിസ്രൈം അന്നത്തെ ശക്തിയാണ്. 60 തോന്നുന്നു. ഐ എം നോട്ട് വെരി ടു ഷുവർ അബൌട്ട് ഇറ്റ്. നോ, 600 രഥം ഇങ്ങർക്ക സീസർക്ക ഉണ്ടായിരുന്നു. എനിക്ക് 60 സംതിങ് ലൈക്ക് മിസ്രൈമിലുണ്ടായിരുന്നത്. അതിൻ്റെ ഏറെക്കുറെ 10 ഇരട്ടി 600 ഇരുമ്പ് രഥങ്ങൾ സീസർക്കുണ്ടായിരുന്നു, കൈസർക്കുണ്ടായിരുന്നു. 60 രഥങ്ങളുമായി വന്ന ആ രഥങ്ങളെ തമ്പുരാൻ കടലിൽ താഴ്ത്തിയിട്ടു. പക്ഷേ ഇസ്രയേലിനൊന്നും ചിന്തിക്കാൻ വയ്യാത്തതായിരുന്നു. അതിൻ്റെ 10 ഇരട്ടിയും കൊണ്ടാണ് സീസർ ഇങ്ങോട്ട് വരുന്നത്. ദെബോരയുടെ കയ്യിൽ ഒന്നുമില്ലാതെ പോയി നിൽക്കുക. അത്രയും രഥങ്ങളുള്ള സീസറെ ഒരുമിച്ച് പരാജയപ്പെടുത്തുവാൻ അവൻ്റെ രഥങ്ങളെ തീയിലിട്ട് ചുടത്തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി വലുതായി എഴുന്നേറ്റ് വന്നു. ആ ശക്തി, ആ ദൈവപ്രവൃത്തി കണ്ടുകൊണ്ട് ദെബോര പാടുന്ന പാട്ടാണ് ഇത്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, പകരം നക്ഷത്രങ്ങളാണ് പോരുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ? നക്ഷത്രങ്ങളിലാണ് ദൈവം ദൂതന്മാരെ പാർപ്പിച്ചിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ മുകളിലോട്ട് 27 അടി കനത്തിൽ സമുദ്രത്തിൻ്റെ മണൽ വാരി നിരത്തിയാൽ അതിനകത്ത് എത്ര മണൽ തരികൾ കണ്ടേക്കും. അത്രയും നക്ഷത്രങ്ങളാണ്, അല്ലെ? അതുപോലെയാണ് നക്ഷത്രങ്ങൾ. അത്രയൊന്നും പറയാനൊക്കത്തില്ല. നക്ഷത്രങ്ങൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ടൊക്കത്തില്ലെന്നാണ് സകല ശാസ്ത്രജ്ഞന്മാർ ഇതുവരെയും പറയുന്നത്. ആ അത്രയും നക്ഷത്രങ്ങളുടെ അകത്തും ദൈവം താമസിപ്പിച്ചിരിക്കുന്നത് ദൂതന്മാരെയാണ്. വായിച്ചാട്ടെ, ആവർത്തനം 4:32. ഐ എം നോട്ട് ഓൾ ദാറ്റ് ഓർഗനൈസ്ഡ്, സോറി. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലത്തിലും ആകാശത്തിന്റെ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ദൈവം നിന്നെ സൃഷ്ടിച്ചു. അവിടെ ദൈവം എന്ന് കൊടുത്തിരിക്കുന്നത് ഏലോഹീം എന്ന പദമാണ്. നിത്യനായ വലിയ ദൈവം നിന്നെ സൃഷ്ടിച്ചു. ഒരളവിൽ ഇത് പിതാവായ ദൈവത്തെ കുറിക്കുന്നതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 45:8 വായിച്ചാട്ടെ. യെശയ്യാവ് 45:8. ഇതൊക്കെ ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക, മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ, രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ, യഹോവയാൽ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. യഹോവയായ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. യഹോവ എന്ന് തിരുവചനത്തിൽ പറയുന്നത് ഒത്തിരിയും കൂടെ വ്യക്തമായും പിതാവായ ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാ? പിതാവായ ദൈവമാണ്, യഹോവയാ. 2 കൊലോസ് ലേഖനം 1:16 നോക്കിക്കാട്ടെ. കൊലോസ് ലേഖനം 1:16. കൊലോസ് ലേഖനം 1:16. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, 1-2 വാക്യങ്ങൾ ചേർത്താൽ യഹോവയായ ദൈവമാണിത് സൃഷ്ടിച്ചത്, പിതാവായ ദൈവമാണിത് സൃഷ്ടിച്ചത്. കൊലോസ് ലേഖനം 1:16 യേശു ക്രിസ്തുവാണിത് സൃഷ്ടിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കാമോ? അവിടെയും യേശുവാ സൃഷ്ടിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 3 വരെ. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദ്യം ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും യേശു ക്രിസ്തു മുഖേന ഉളവായി, ഉളവായതൊന്നും യേശു ക്രിസ്തുവിനെ കൂടാതെ അല്ല. എങ്കിൽ പുത്രൻ തമ്പുരാനാണ് ഇതിനെ സൃഷ്ടിച്ചത്. ഇനിയും നമുക്ക് യോബ് 26:13 വരാം. യോബ് 26:13. അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു. അവന്റെ ശ്വാസത്താൽ, ഇംഗ്ലീഷിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നു നോക്കാം. ഐ ഡു നോട്ട് നോ. ബൈ ഹിസ് സ്പിരിറ്റ്, അത് കറക്റ്റ് തർജ്ജമയാണ്. റൂഹ എന്ന വാക്കാണ് ഇതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവന്റെ ശ്വാസത്താൽ എന്നതിന് കറക്റ്റ് ട്രാൻസ്ലേഷനാണ് ഇംഗ്ലീഷിൽ ബൈ ഹിസ് സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്. റൂഹ എന്ന വാക്കിന്റെ അർത്ഥം ആത്മാവെന്നാണ്. സങ്കീർത്തനങ്ങൾ 104:30. സങ്കീർത്തനങ്ങൾ 104:30. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ റൂഹ, ഇംഗ്ലീഷ് നോക്കാം എന്നാണെന്ന് 104:30. Thou sendest forth thy spirit. Thy spirit. നമ്മളിവിടെ ചിന്തിച്ചു, 1 ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ്? പിതാവാ. 2 പുത്രന്. 3 പരിശുദ്ധാത്മാവാ. ഏലോഹീം, 3 ഏക ദൈവം.
നിത്യനായ പിതാവ് ദൈവമാണോ? ആന്നു, സൃഷ്ടികർത്താവാ. പുത്രനായ യേശു ദൈവമാണോ? ആന്നു, സൃഷ്ടികർത്താവാ. പരിശുദ്ധാത്മാവാം ദൈവമാണോ? ആന്നു, സൃഷ്ടികർത്താവാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സൃഷ്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച സൃഷ്ടികർത്താവാകയാൽ ഏക ദൈവമെന്ന് നാം ഈ ദൈവത്തെ വിളിക്കുന്നു. ട്രയൂൺ ഗോഡ്. ഈ ദൈവമാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ് അതിനെ സൃഷ്ടിച്ചത്. ആർക്ക് പാർക്കാൻ വേണ്ടിയാണെന്നതാണ് ഇനിയും അടുത്ത പ്രശ്നം. ഭൂമി അപ്പിച്ചറിലും തിരിച്ചു വരാമോ? 4 അല്ലേ? ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഒരു കൂട്ടം ദൂതന്മാർക്ക് വേണ്ടിയാണ്. യോബിന്റെ പുസ്തകത്തിൽ ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ ഘോഷിച്ച്, യോബിന്റെ 26:1 അല്ലേ? 26 അത് 28 എത്രാമത്തെ വാക്യമാണ്? 38. വായിച്ചാട്ടെ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ. ത്രിയേക ദൈവത്തിന്റെ ചോദ്യമാണ് ഇത്. യോബിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. യോബേ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് ഒരു അടിസ്ഥാനമുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് വരാൻ പോവാണ്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നമ്മൾ കണ്ട ഭൂമിയുടെ ആനിമേഷനിൽ കാണിച്ചിരിക്കുന്നതിനകത്തൊരു അടിസ്ഥാനം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം, വിശദമായിട്ട് ഇതിനെ എടുത്ത് കാണിക്കും മുമ്പേ അതൊന്ന് പ്രൊജക്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? താവട്ടെ. നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. വായിച്ചു. വായിച്ചു. ഇതിന് അളവുമുണ്ട്, അളവുനൂലും ഉണ്ട്. കറക്റ്റ് പിടിച്ചാൽ ഇത് പണിതിരിക്കുന്നത്. ഇത് വെറുതെ പണിതിരിക്കുകയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്യുമെൻ്ററി കാണാനിടയായി. സാധാരണഗതിയിൽ ഒരു ലോങ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ, എനി ഫ്ലൈറ്റ്, ലോങ് ഫ്ലൈറ്റ് പറക്കുക എന്നെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ചെന്നാൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു കൃപയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഓസ്ട്രേലിയക്ക് പോയപ്പോൾ എനിക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ ഒക്കാതെ വന്നു. ഉറക്കവും വന്നില്ല. പ്രാർത്ഥിക്കാൻ ഒത്തില്ല, പിന്നെ ഉറങ്ങുന്ന പതിവാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ഒക്കാതെ പോകുന്നത്. ഇപ്രാവശ്യം ഇത് രണ്ടും നടന്നില്ല. അന്നേരത്ത് ഞാൻ ചുമ്മാ അതിനകത്ത് ഇരുന്നുണ്ട്. ഡോക്യുമെൻ്ററി പിക്ചേഴ്സ് വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി. ആ ഫ്ലൈറ്റിനകത്ത് എൻ്റർടൈൻമെൻറ്റ് കോളത്തിൽ എവിടെയെങ്കിലും ഡോക്യുമെൻ്ററി പിക്ചേഴ്സ് ഉണ്ടോ എന്ന് തപ്പിപ്പോൾ എനിക്ക് കൃത്യം പോലെ 2 നല്ല ഡോക്യുമെൻ്ററി കിട്ടി. അതെന്നോടുള്ള ദൈവത്തിൻ്റെ കരുണയായിരിക്കും. എനിക്ക് അറിയാതിരുന്ന ചില ഭാഗങ്ങൾ തമ്പുരാൻ കൊണ്ട് കാണിക്കേണ്ടതിന് വേണ്ടിയായിരിക്കാം. 2 ഡോക്യുമെൻ്ററി പിക്ചർ കിട്ടി. അതിനകത്തൊന്നിനകത്ത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ ചില ഭാഗങ്ങളുണ്ടായിരുന്നു. വേറൊന്നിനകത്ത് ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടവർ ശത്രു സംഹാരം നടത്തിയ നാസികളുടെ കാര്യവും മറ്റും ഒരു പിക്ചർ എനിക്ക് കിട്ടി. അപ്പോൾ അന്ന് അവർ നടത്തിയ പരീക്ഷണങ്ങളുടെ ഭാഗം ഗലീലിയോ തൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അളവും കണക്കും ഇല്ല, അതൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്കിതിൻ്റെ അളവും കണക്കും നിർണ്ണയിക്കുവാൻ എന്തെങ്കിലും വേണം. അവർ വ്യത്യസ്ത അളവുകളിൽ ചരടുകൾ മുറിച്ച് ആ ചരടുകളിൽ ഒരു പെൻസിലൊക്കെ കെട്ടി ഇങ്ങനെ വൃത്തം വരയ്ക്കുന്നതായിട്ടൊക്കെ കണ്ടു. ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, വൃത്തം വരച്ചു, അതിൻ്റെ അളവുകൾ തീരുമാനിച്ചത് ആരാണെന്ന് എനിക്കറിയാമോ? താവോട്ട് വായിച്ചാട്ടെ. പ്രഭാത നക്ഷത്രങ്ങൾ ഒരുമിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും, ആ പദം ഗൗരവമാണ്. പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത് ലൂസിഫറിനെ കുറിച്ചാണ്. പ്രഭാത നക്ഷത്രങ്ങൾ ഒരുമിച്ചുല്ലസിച്ചു. കാരണം ലൂസിഫറിനും കൂട്ടർക്കും പാർക്കേണ്ടതിനാണ് തമ്പുരാൻ ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നത്. പ്രഭാത നക്ഷത്രങ്ങൾ ഒരുമിച്ചുല്ലസിക്കുകയും, പിന്നെ സകല ദൂതന്മാരും സന്തോഷിച്ചാർത്തു. ഇതിന് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് 2 വലിയ മേജർ ഡൗട്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ ആരോ ഒരാൾ വണ്ടിയിലിരുന്നുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു. ആരാ ചോദിച്ചതെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. വണ്ടിയിലിരുന്നുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ലോകസ്ഥാപനത്തിങ്കൽ കുരിളിറക്കപ്പെട്ട ദൈവകുഞ്ഞാടെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെങ്കിൽ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രശ്നം സംഭവിക്കുമെന്ന് അറിയാമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, അതിൻ്റെ ലക്ഷണം ഞാനും കാണുന്നുണ്ട്. കാര്യം ലൂസിഫറിന് വേണ്ടിയാണ് ഇതിനെ ഉണ്ടാക്കിയത്. ഈ പുള്ളി മറ്റുള്ളവരുടെ കൂടെ ശല്യക്കാരനായോണ്ടായിരിക്കണം. ഇവന് വേണ്ടി ഇതിനെ സൃഷ്ടിച്ചു കൊടുക്കുക, ഈ ഭൂമിയെ ഇവന് വേണ്ടി സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇവൻ പെശ ഉണ്ടാക്കും എന്ന് തമ്പുരാൻ അന്നേ തോന്നിക്കാണും. അല്ലെങ്കിൽ പിന്നെ അന്ന് തന്നെ പുത്രനെ കുരിളിറക്കാൻ നിയമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചിലതിനെ കണ്ടാൽ അറിയാം, എത്രയൊക്കെ നമ്മൾ നോക്കിയാൽ ഇവൻ ശല്യം ഉണ്ടാക്കും.
മറ്റ് നക്ഷത്രങ്ങളുടെ കൂടെ അല്ലെങ്കിൽ മറ്റ് ദൂതന്മാരുടെ കൂടെ ഇവൻ അങ്ങനെ പോകുകയില്ല. ഇവൻ ഏതാണ്ടൊരു തകരാറുള്ള പുള്ളിയാണ്. ഞാൻ ഈ തകരാറിനെക്കുറിച്ചും എല്ലാവരോടും യോജിക്കാതെ പോകുന്നതിനെക്കുറിച്ചും, വേർപാടെന്ന ആശയമല്ല, വേർപാടിൽ ദൈവമക്കൾ ഒരുമിച്ച് വേർപെട്ട് ജീവിച്ചേ പറ്റൂ. ദൈവമക്കൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേർപെട്ട് ജീവിക്കണമെന്നല്ല, ദൈവമക്കൾ ഒരുമിച്ച് ലോകക്കാരിൽ നിന്നും വേർപെട്ട് ജീവിച്ചേ പറ്റൂ. ഈ വേർപാട് നമ്മൾ ഒരുമിച്ചാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുവശത്തോട്ട് ഞാൻ തിരിയുമ്പോൾ, പഴയ നിയമത്തിൽ വീടുകൾക്ക് കുഷ്ഠം ബാധിക്കുക എന്നൊരു സോക്കേടുണ്ട്. ദൈവത്തിൻ്റെ സഭയെ ഒരു വീടിനോട് ഉപമിക്കാം. പഴയ നിയമത്തിൽ പറയുന്നു വീടുകൾക്ക് കുഷ്ഠം ബാധിക്കും. വീടിന് കുഷ്ഠം ബാധിച്ചാൽ കംപ്ലീറ്റ് വീടിനും വരുന്നതിന് മുമ്പേ ആദ്യമേ ഒരു കല്ലിലായിരിക്കും കുഷ്ഠബാധ തുടങ്ങുന്നത്. എനിക്ക് മനസ്സിലാകുന്ന പോലുമില്ല കല്ലിന് കുഷ്ഠം വരിക എന്ന് പറഞ്ഞാൽ എന്നാന്ന്. ഇപ്പം എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് കാര്യമില്ലെന്നൊന്നും അർത്ഥമില്ല. എനിക്ക് മനസ്സിലാകാത്ത എന്തെല്ലാം കാര്യം കിടക്കുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ അർത്ഥം എഴുതിയിരിക്കുന്ന തെറ്റാണെന്നല്ല. ഒരു കല്ലിന് കുഷ്ഠം വരും. ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ ഒരു കല്ലിന് കുഷ്ഠമുണ്ട് എന്ന് ആ വീട്ടുകാർക്ക് തോന്നിയാൽ അവർ ആ വീട് അടച്ചിട്ടേച്ച് പോയി പുരോഹിതനെ വിളിച്ചുകൊണ്ട് വരണം. പുരോഹിതൻ വന്ന് ഇത് നോക്കണം. ഇത് നോക്കുമ്പോൾ ഈ കല്ലിൽ മഞ്ഞ നിറമുള്ളതോ നിറവ്യത്യാസമുള്ളതോ ആയ വടുക്കൾ കാണുകയും ആ വടുവുള്ള ഭാഗം ബാക്കി കല്ലുകളുമായി ചേരാതെ കുഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഇത് കൊടും കുഷ്ഠം. ഞാൻ എല്ലാവരുടെയും കൂടെ പോകത്തില്ല, ഞാൻ ഒറ്റ മിഷനാണെന്നും പറഞ്ഞ് മാറിയിരിക്കുന്ന പല പുള്ളിക്കും കുഷ്ഠം പിടിച്ചത്. ഇത് പലതിനും കുഷ്ഠം പിടിച്ചതാണ്. അതിനെ കുത്തിയെടുത്ത് വെളിയിൽ കളഞ്ഞ് വീട് ശുദ്ധീകരിച്ചോളാൻ പറഞ്ഞില്ലേ, വീട് മൊത്തം പോക്കാം. അങ്ങും ഇങ്ങും ചിലതുണ്ട് എല്ലാത്തിൻ്റെയും കൂടെ യോജിക്കാത്തത്. ആ ടൈപ്പിൽ ഒന്നായിരുന്നു ലൂസിഫർ എന്നായ എൻ്റെ തോന്നൽ. എനിവേ, എവന് വേണ്ടിയാണ് ഭൂമി ഉണ്ടാക്കിയത്. ഭൂമിയെ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടി അല്ല, നമുക്ക് വേണ്ടി അല്ല, ലൂസിഫറിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ആ വാക്യം വീണ്ടും താവട്ട് വായിച്ചാട്ടെ ബ്രദറെ. ഇതിന് അടിസ്ഥാനമിട്ടത് ആർ? വായിച്ചു. പ്രഭാത നക്ഷത്രം. ഇതിനൊരു മൂലക്കല്ലിട്ടു, ഇതിന് അടിസ്ഥാനവും ഇട്ടു. നിൽക്കട്ടെ, ഭൂമിക്ക് ഒരു മൂലക്കല്ലിട്ടു, ഭൂമിക്ക് ഒരു അടിസ്ഥാനവും ഇട്ടു. നൗ പ്ലീസ് കം ടു നമ്പർ 1 and 2. പിക്ചർ നമ്പർ 1. ഭൂമിക്ക് ഒരു മൂലക്കല്ലിട്ടു, ഇതിനൊരു അടിസ്ഥാനക്കല്ല് വിട്ടു. ഭൂമിക്കൊരു മൂലക്കല്ലുണ്ടോ, ഒരു അടിസ്ഥാനക്കല്ലുണ്ടോ? എനിക്കത് വായിക്കാനുള്ള ഇവിടെ നിന്ന് എനിക്ക് കാണത്തില്ല. എനിക്കത് കറക്റ്റായിട്ട് വായിക്കാൻ ഒക്കത്തുമില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ശാസ്ത്രം തന്നിരിക്കുന്ന ഒരു പിക്ചറാണ് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഭൂമിക്കൊരു അടിസ്ഥാനം ഉണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിൽ അകത്ത് ഒരു മൂലക്കല്ലുണ്ട്. സാധാരണ നമ്മുടെ വീടുകൾ പണിയുന്ന സമയത്ത് കിട്ടുന്നതിലേക്ക് കട്ടിയുള്ള കരിങ്കല്ലുകൊണ്ടായിരിക്കും മൂലക്കല്ലിടുന്നത്, അല്ലേ? നന്നായി ഷേപ്പിൽ തട്ടിയെടുത്ത കിട്ടാവുന്നതിലേക്ക് നല്ല കരിങ്കല്ലുകൊണ്ടായിരിക്കും. തമ്പുരാൻ ഭൂമിക്ക് അടിസ്ഥാന മൂലക്കല്ലിട്ടിരിക്കുന്ന എന്നാ വെച്ചാന്നറിയാമോ? നിക്കലുകൊണ്ടാണ്. നിക്കൽ, അതിൻ്റെ ഏറ്റവും ഇന്നർ കോറിൽ മോൾട്ടൺ നിക്കൽ തമ്പുരാൻ പിടിപ്പിച്ചു. സോളിഡ് മെറ്റൽ ഇന്നർ കോർ, സോളിഡ് ഇന്നർ കോർ, ബട്ട് വിതിൻ ദാറ്റ് ഇറ്റ്സ് എ മോൾട്ടൺ ഫോം. എനിക്കെൻ്റെ ഡീറ്റെയിൽ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും അടിയിലുള്ളത് ഇറ്റ്സ് എ മോൾട്ടൺ നിക്കല. അതിൻ്റെ പുറത്ത് അല്പം കൂടെ വ്യത്യസ്തമായ ലോഹങ്ങൾ വെച്ചു. ഒരുപാടെണ്ണം അതിനകത്ത് കിടപ്പുണ്ട്. ഈ ലോഹങ്ങൾ കൊണ്ട് തമ്പുരാൻ ഇതിനൊരു അടിസ്ഥാനം വിട്ടു. മൂലക്കല്ലും അടിസ്ഥാനവും രണ്ടാ. മൂലക്കല്ലും അതിൻ്റെ മുകളിൽ ദൈവം, ഇതെല്ലാം മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സിമെന്റ് കൊണ്ടൊന്നും അല്ല, മെറ്റലുകൾ കൊണ്ടാണ് ദൈവം ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. തുരുമ്പ് നിന്ന് പോകാതിരിക്കത്തക്കവണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മോൾട്ടൺ നിക്കൽ അടിയിൽ വെച്ചത്. അതവിടെ ചൂടായിരിക്കുന്നിടത്തോളം കാലം ഒരു തുരുമ്പും എടുക്കില്ല. അതിനുശേഷം പല ഇനം മെറ്റലുകൾ കൊണ്ട് ദൈവം ഇതിൻ്റെ അടിസ്ഥാനം ഇട്ടു. ഏറ്റവും ഒടുവിൽ റോക്കി ക്രസ്റ്റ്, കരിങ്കല്ലുകൊണ്ട്, പാറ കൊണ്ട് ദൈവം അതിനൊരു വട്ടമുണ്ടാക്കി. അങ്ങനെ ഒരു അടിസ്ഥാനം ഭൂമിക്കുണ്ടാക്കി, പല ലെയറുകൾ ചേർന്ന്. Can you come to the next picture now? ഇത് ഒന്നാമത്തെ ആണെങ്കിൽ രണ്ടാമത്തേതിലോട്ട് പോകും. ഇത് രണ്ടാമത്തെ ആണെങ്കിൽ ഒന്നാമത്തേതിൽ പോകും. ദാറ്റ്സ് ഇറ്റ്. ദൈവം ആ ഭൂമിക്ക് ഒരു അടിസ്ഥാനം ഇട്ടു. ആ അടിസ്ഥാനത്തിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞു, അതിനകത്ത് മെറ്റൽ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇറ്റ്സ് എ മോൾട്ടൺ നിക്കൽ. അവിടെ മുതൽ നിക്കലും നിക്കലിൻ്റെ കോമ്പിനേഷൻസ്, അധികവും നിക്കൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പാറ കൊണ്ട് അതിൻ്റെ വട്ടത്തിലൊരു കവറിങ് ഉണ്ടാക്കി, സോളിഡ് റോക്ക്. അവൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. യോബിൻ്റെ പുസ്തകത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, നിനക്കറിയാമോ ഇതിനാരാണ് അടിസ്ഥാനമിട്ടത്? പ്രഭാത നക്ഷത്രങ്ങൾ പൊട്ടിയാർക്കുകയും ദൈവത്തിൻ്റെ സകല നക്ഷത്രങ്ങളും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ നക്ഷത്രങ്ങളിലും പാർക്കുന്ന ദൂതസമൂഹങ്ങൾ സന്തോഷിക്കുകയും ചെയ്തപ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു.
ദൈവം ദൂതന്മാരെ അതിലേക്ക് പാർപ്പിച്ചു. ദൈവം ദൂതന്മാരെ അതിലേക്ക് പാർപ്പിച്ചു. ഇനി ഞാനൊരു കുറേ സമയം പിക്ചർ ഇല്ലാതെ പോകാം. ദൂതന്മാരെ എന്ന് പറയുന്നത് ലൂസിഫറിനെയും കൂട്ടരെയും. ഇദ്ദേഹത്തിന്റെ ജോലി എന്നായിരുന്നെന്നറിയാമോ? നീ അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം എവിടെ പോയാലും കൂട്ടത്തിൽ പോകാൻ ഒരു കൃപ കൊടുത്തു. ആത്മലോകത്തിൽ പിശാച് ആദ്യം തട്ടാൻ ആഗ്രഹിക്കുന്ന ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവനെ. അകന്ന് നിൽക്കുന്നവനെ തട്ടുന്നതിനേക്കാൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവനെ തട്ടാൻ ആ പിശാച് ശ്രമിക്കുന്നത്. കാര്യം ഇവൻ പണ്ട് അവിടെ ആയിരുന്നു. ദൈവത്തോട് ഏറ്റവും അടുത്ത് സഞ്ചരിച്ചു. നീ അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ സഞ്ചരിച്ചു. ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ച് ഒടുവിൽ ഈ ഭൂമിയിലാക്കി. ഇതിനു മുന്നമേ ഇവൻ സ്വർഗീയ പറുദീസയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതിൻ്റെ തെളിവുകൾ കിട്ടുമെങ്കിൽ തപ്പിയെടുത്തുകൊണ്ട് വരാം നാളത്തേക്ക്. എൻ്റെ വിശ്വാസം ഇതിനു മുന്നമേ, ഈ ഭൂമിയിൽ ഇവൻ വരുന്നതിന് മുന്നമേ ഇവൻ സ്വർഗീയ പറുദീസയിലായിരുന്നു. ഇവന് ഭയങ്കര ഉന്നത സ്ഥാനമായിരുന്നു. അവിടെ ഒക്കുകയില്ലെന്ന് കണ്ട് ഒരു ശിക്ഷ കൊടുത്ത് പുള്ളിയെ താഴെ കൊണ്ടുവന്നതാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അഭിപ്രായം. എനിക്ക് വേദപുസ്തകത്തിൽ തെളിവ് കിട്ടിയില്ല, തെളിവുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇവനെ സ്വർഗീയ പറുദീസയിൽ നിന്ന് തമ്പുരാൻ ഭൂമിയിലേക്ക് മാറ്റി. ഇവൻ അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ സഞ്ചരിച്ചിരുന്നു എന്ന വാക്യമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. നമുക്ക് ഈ ലൂസിഫറിന്റെ സൃഷ്ടിയെക്കുറിച്ചൊന്ന് നോക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം, മൈക്കിൽ കൂടെ വായിക്കണേ. എസെക്കിയേലിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്. ഇത് ഒരു സിംബോളിക്കലായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ലൂസിഫറിനെ കണ്ടുകൊണ്ട് സോർ രാജാവ് എന്ന പേരിൽ വിളിച്ച്. കാര്യം ആ കാലത്ത്, അല്ലെങ്കിൽ ഈ പ്രവചനം എഴുതുന്ന എസെക്കിയേലിന്റെ കാലത്ത് ഏറ്റവും മനോഹരമായി യോഗ്യമായി ജീവിക്കുന്ന രാജാവ് സോർ രാജാവാണ്. അതുകൊണ്ട് സോർ രാജാവിനെ ഒരു എക്സാമ്പിളായി എടുത്തുകൊണ്ട് പറയുകയാണ്, ഇവൻ അഹങ്കാരിയുമാണ്. അവനെ ഒരു എക്സാമ്പിളായി എടുത്തുകൊണ്ട് പറയുകയാണ്, നീ ഒരു അഹങ്കാരിയാണ്, നിന്റെ വലിയ അഹങ്കാരി പണ്ടുണ്ടായിരുന്നു, അവന്റെ കാര്യം നിന്നെ വെച്ചോണ്ട് പറയാൻ പോകാം. സോർ രാജാവിനെ കുറിച്ചൊരു വിലാപഗീതം ചൊല്ലേണ്ടത് വായിച്ചു. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. എന്റെ ദൈവമേ, ബാക്കി സകല സൃഷ്ടികളുടെയും മകുടമായി മാതൃകാ മുദ്രയായി സൃഷ്ടിച്ചത് നിന്നെയാണ്. താവട്ട് നീ ജ്ഞാനസമ്പൂർണനും. നിന്റെ പ്രത്യേകതകൾ ഓർത്തോണം. ഒന്ന്, നീ ജ്ഞാനസമ്പൂർണൻ. ലൂസിഫറിന്റെ പ്രത്യേകത അറിവിൽ തികഞ്ഞവൻ, ജ്ഞാനസമ്പൂർണൻ. രണ്ട്, സൗന്ദര്യത്തിൽ സമ്പൂർണൻ. നിന്റെ രണ്ടാമത്തെ പ്രത്യേകത സൗന്ദര്യത്തിൽ തികഞ്ഞവൻ. മൂന്ന്, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. എനിക്ക് ആ വാക്യമായിരുന്നു ആക്ച്വലി വേണ്ടത്. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. അതിവിടെങ്ങുമല്ല, അത് നിത്യസ്വർഗത്തിലാ, അങ്ങ് മേളത്തെ സ്വർഗത്തിലാ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. പിന്നെ താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ഏറ്റവും വിലപ്പെട്ട കുറെ എണ്ണത്തിന്റെ പേര് പറഞ്ഞാൽ ഒത്തിരി കാണും. മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. പിന്നെ നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതാണ്. അത് എത്രാമത്തെ വാക്യമാ? 13-ാം വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? മലയാളത്തിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. തടവും കൂടും എന്നതാ. Thou hast been in Eden, the garden of God. Every precious stone was thy covering, the sardius, topaz, and the diamond. അല്ല ബ്രദർ, അതല്ല. നിന്നെ തീർത്ത നാളിൽ നിന്റെ തടങ്ങളുടെയും കൂടുകളുടെയും, the ടാർബറ്റോ സംതിങ് അങ്ങനെ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. Tabrets. അതിന്റെ താഴെ വായിച്ചുകൊണ്ട് വരുന്നുണ്ട്. The beryl, the onyx, and the jasper, the sapphire, the emerald, and the carbuncle and gold. The workmanship of thy tabrets and of thy pipes was prepared. Thy pipes were of? Tabrets and thy pipes. Tabrets and pipes were of gold. ബാക്കി മലയാളത്തിൽ വായിച്ചു. അങ്ങോട്ട് വായിച്ചു. നിന്നെ തീർത്ത നാളിൽ നിന്റെ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്റെ ദൈവമേ, ഇതൊരു ഭയങ്കര വിഷയമാണ് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നും തൊട്ട് വരട്ടെ. നിന്നെ സൃഷ്ടിച്ചപ്പോൾ ജ്ഞാനസമ്പൂർണൻ,
സൗന്ദര്യ സമ്പൂർണ്ണൻ. ആരുടെ കാര്യമായി? ലൂസിഫർ എന്ന് പറയുന്ന ദൂതൻ. ദൈവം സൃഷ്ടിച്ച കൂട്ടത്തിൽ ഇദ്ദേഹത്തെ താമസിപ്പിക്കാൻ വേണ്ടി ആദ്യമേ കണ്ടെടുത്തിരുന്ന സ്ഥലം ദേവപർവ്വതമായിരുന്നു. ദൈവത്തിന്റെ ഏദനിലായിരുന്നു, ദൈവസിംഹാസനത്തിന് ചേർന്നതായിരുന്നു. അവിടെയാണ് ഇവനെ താമസിപ്പിച്ചിരുന്നത്. ഇവൻ അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ നടന്നവനാണ്. ഇവൻ ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണ്ണനുമായിരുന്നു. സകലയിനം രത്നങ്ങൾ കൊണ്ടും അവനെ മൂടിയിരുന്നു. നിങ്ങൾ നീതികേട് ഇല്ലായിരുന്നു, നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പല ആളുകളും പ്രയോജനപ്പെടുന്ന സ്ഥാനങ്ങളിൽ നിന്ന് തെറിച്ച് തെന്നി വീഴാറുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കും, ഇത്രയും നാൾ ഇവനെ വലിയ പുള്ളിയായിട്ട് കൊണ്ട് നടന്നത് എന്നെ ചെയ്യാനാ? നിന്നിൽ നീതികേട് കണ്ടതുവരെ, അതുവരെ നീതികേടില്ലായിരുന്നു. നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പക്ഷെ നിഷ്കളങ്ക നടപ്പിന്റെ ഇടയിലാണ് നിന്നിൽ നീതികേട് കയറിയത്. ദൈവത്തോട് അടുത്തിരിക്കുന്ന തെറിച്ചു പോകുന്ന സകലതും ഇങ്ങനെയാ, അക്കാര്യം മറക്കരുത്. നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുണ്ടായിരുന്ന കൂടുകളുടെയും തടങ്ങളുടെയും പണി, അതാണ് വിശദീകരിക്കേണ്ടി വന്നത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സമാഹാരത്തെ കുറിക്കുന്ന പദമാണ് ടാർബറ്റ്സ് ആൻഡ് പൈപ്സ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സമാഹാരമാണ് ടാർബറ്റ്സ് ആൻഡ് പൈപ്സ്. നീ ചിറക് വിടർത്തി, തവിട്ട് വായിച്ചു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നിൽക്കട്ടെ, നിന്നെ ഇരുത്തിയിരുന്നത് വിശുദ്ധ ദേവപർവ്വതത്തിലാ, ദൈവത്തിന്റെ ഏദനിൽ. നിന്റെ ചിറക് വിടർത്തി മറയ്ക്കുമ്പോൾ, നിന്റെ ചിറക് വിടർത്തി ആട്ടുമ്പോൾ അതിനകത്തുനിന്ന് മ്യൂസിക് വരുമായിരുന്നു. ഭൗതിക മ്യൂസിക് അല്ല, സ്വർഗീയ മ്യൂസിക്. പാടാൻ തൊണ്ടയല്ല നിനക്ക്, നിന്റെ ചിറക് അനക്കിയാൽ മതിയായിരുന്നു, അതിനകത്തുനിന്ന് മ്യൂസിക് വരുമായിരുന്നു. കാര്യം നിന്റെ പണി ഇറ്റ് വാസ് വിത്ത് ടാർബറ്റ്സ് ആൻഡ് പൈപ്സ്. അതെല്ലാം മെയ്ഡ് ഓഫ് ഗോൾഡ്. സ്വർണം കൊണ്ട് നിർമ്മിച്ച മ്യൂസിക്കൽ ഉപകരണങ്ങളുടെ സമാഹാരം കൊണ്ട് നിന്നെ സൃഷ്ടിച്ചിരുന്നു. അതായിരുന്നു നീ അവിടുന്നാണ് വീണത്. അവിടെ നിന്നെ ഒക്കുകയില്ലെന്ന് കണ്ടപ്പോഴാണ് നിനക്ക് വേണ്ടി ഭൂമി ഉണ്ടാക്കി തന്നത്. അന്ന് നിന്നെ പാർപ്പിക്കേണ്ടതിന് ഭൂമി ഉണ്ടാക്കി. ഇതെല്ലാം ആദിയിൽ നടന്ന കാര്യമാണ്. ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ഇതിന് അടിത്തറയിടുകയും ഭൂമി ഉണ്ടാക്കുകയും ചെയ്തത് ഈ ലൂസിഫറിനെ പാർപ്പിക്കാനായിട്ട്. പണ്ടൊരിക്കൽ മേളിൽ വസിച്ച ശേഷം തൽക്കാലം താഴോട്ട് പോരുന്നവൻ. നമ്മുടെ ആദ്യത്തെ പിക്ചറിലൊന്ന് വരാമോ? പിക്ചർ നമ്പർ 5. അങ്ങ് മുകളിലത്തെ സ്വർഗത്തിൽ നിന്ന് പാതാളത്തിലോട്ട് തള്ളിയില്ല, നിന്നെ ഭൂമി വരെ തള്ളി. ആ മേളത്തെ സ്വർഗത്തിൽ നിന്ന് നിന്നെ ഭൂമി വരെ തള്ളി. ഭൂമി നിനക്ക് വേണ്ടി ഉണ്ടാക്കി, ഇവിടെയോട്ട് കൊണ്ട് നിന്നെ പാർപ്പിച്ചു. അവിടെ ആയിട്ട് നീ നേരെയായോ? ഒരു ശിക്ഷ കൊടുത്ത് നിർത്തിയത് കൊണ്ട് എല്ലാവരും നേരെയാവുന്ന കണ്ട വരാം. യെശയ്യാവിന്റെ പുസ്തകം 14, 12 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാനും ക്രമീകരിക്കുവാനും ഇത് പ്രയോജനപ്പെടുന്നുണ്ടോ? അരുണോദയ പുത്രനായ ശുക്ര. ഇംഗ്ലീഷ് നോക്കിയാൽ യു ലൂസിഫർ. ഒന്ന് വായിച്ചേക്കാം ബ്രദറെ മോനെ പ്ലീസ്. 14, യെശയ്യാവ് 14, 12 മുതൽ 12 വാക്യമാണ്. യെശയ്യാവ് 14:12. How art thou fallen from heaven, O Lucifer? ഓ ലൂസിഫർ. അരുണോദയ പുത്രനായ ശുക്രൻ എന്നൊക്കെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന തർജ്ജിമ പഴയ മലയാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലോട്ട് ഇട്ടതാണ്. നമുക്ക് അതും പിടികിട്ടുകയില്ല. നമുക്കിത് കറക്റ്റാ. ദൗ ലൂസിഫർ, എടാ ലൂസിഫറേ, പ്രകാശത്തിന്റെ പുത്രനായ ലൂസിഫറേ, സൺ ഓഫ് ദ മോർണിംഗ്, പ്രകാശത്തിന്റെ പുത്രനായ ലൂസിഫറേ, നീ ആരായിരുന്നു? വായിച്ചോ 12 മുതൽ ഒന്നുകൂടെ മലയാളത്തിൽ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ആകാശമണ്ഡലങ്ങളിൽ നീ കയറിയവനാണല്ലോ. നീ പണ്ടിരുന്നത് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണല്ലോ, സ്വർഗത്തിലാണല്ലോ. വായിച്ചോ.
ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ പലരെയും അപമാനിച്ച് താഴ്ത്തിക്കെട്ടിയവനല്ലേ. അവിടെ ജാതികളെന്ന് എഴുതിയിരിക്കുന്ന പദം തൽക്കാലമായി ഒരു രാജാവിനെ ഉപമിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇതര ദൂതന്മാരെ നീ ധിക്കരിച്ചവനാ. നിനക്ക് കിട്ടിയ അധികാരത്തിന്റെ മുകളിൽ, നിനക്ക് കിട്ടിയ സ്ഥാനത്തിന്റെ മുകളിൽ നീ സാധാരണ ദൂതന്മാരെ നിസ്സാരന്മാരായി എണ്ണിയവനാണ്. നീ അവരെ താഴ്ത്തിക്കെട്ടിയവനാണ്. താഴ്ത്തിക്കെട്ടിയവനല്ലേ നീ. വായിച്ചു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഞാൻ സ്വർഗത്തിൽ കയറി എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്റെ മേൽ ഞാൻ ഇരുന്നരുളും എന്നല്ലയോ നീ ഹൃദയത്തിൽ പറഞ്ഞതല്ലേ. വായിച്ചു. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഒന്ന് നിർത്തിക്കേ. ഇവൻ പണ്ട് എവിടെ ആയിരുന്നു? അഗ്നിമയരഥങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പറുദീസയിൽ ഏദനിൽ ദൈവം അവനെ ആക്കിയതാ. ഏതാണ്ട് പെശക് കണ്ടു, ഇവനെ പിടിച്ചു ഭൂമിയിലാക്കി. ഭൂമി ഇവന് വേണ്ടി ശരിക്കുണ്ടാക്കി. എന്തോ അവനിൽ കണ്ട പെശകെന്ന് എനിക്കറിയത്തില്ല, അഹങ്കാരമായിരിക്കും, അല്ല എന്നതാ. അവനെ ഇവിടെ പിടിച്ചാക്കി. ഇവിടെ ആക്കിയപ്പോഴത്തെ ഇവന്റെ ചിന്ത എന്നാണെന്നറിയാമോ? ഞാൻ തിരിച്ചു പോകും, ഞാൻ കയറും. ദൈവം എന്നെ ആക്കിയ സ്ഥാനം വേറെ, ഞാൻ കയറും. പലർക്കും ഈ ചിന്തയുണ്ട്. സഹോദരിമാരൊന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ നിങ്ങളുടെ യാതൊരു തെറ്റും പറയുകയല്ല. എന്നാൽ ഈ ദൈവം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ഇന്റർനാഷണലി പ്രയോജനപ്പെടുന്ന ഒരു വളരെ വലിയ തോതിൽ അറിയപ്പെടുന്ന, പ്രയോജനപ്പെടുന്ന പറഞ്ഞാൽ സ്പിരിച്വൽ ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, കഴിഞ്ഞ ദിവസം ഞാൻ പേര് പറയത്തില്ല, എന്നോട് പേര് പറഞ്ഞ ഒത്തിരി പേര് അറിയും, അതുകൊണ്ട് ഞാൻ പേര് പറയത്തില്ല. വ്യക്തിപരമായി അദ്ദേഹത്തോട് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം സംസാരിച്ചിരുന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാപം ചെയ്ത ഔവ്വായെ ദൈവം ശപിച്ച കൂട്ടത്തിൽ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അല്ലേ? നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. ആ വാക്ക് എഴുതിയിരിക്കുന്ന യഥാർത്ഥ എബ്രായ പദത്തിന്റെ അർത്ഥം നിന്റെ ഭർത്താവിന്റെ പദവി തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് നിന്റെ അകത്തെ ആശ. അത് നിനക്കൊരു ശാപമാണ്. ഇന്ന് ഇക്വാലിറ്റി വർണ്ണിക്കുന്ന കാലത്ത് ആണും പെണ്ണും ഒക്കെ ഒരുപോലെയാണ്, ഭാര്യ ഭർത്താക്കന്മാർക്ക് തുല്യതയുണ്ടെന്ന് പറയുന്ന ഈ പരിതസ്ഥിതി വരെ നീ എത്തും. അത് ഈ ശാപത്തിൽ വന്ന് ഇവിടം വരെ വന്നെന്നാ. രണ്ടു പേർക്കും രണ്ട് സ്ഥാനം ദൈവം കൊടുത്തിരിക്കുന്നത്, ഒന്ന് തലയും മറ്റേ ശരീരവുമാണ്. പക്ഷെ ഇവളെ ശപിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ്, നിന്റെ ഭർത്താവിന് ഞാൻ കൊടുത്തിരിക്കുന്ന അവകാശം നീ പിടിച്ചെടുക്കത്തക്കവണ്ണം നീ അവിടം വരെ ചിന്തിക്കും, അതോടെ നിനക്ക് അധോഗതിയാണ് എന്നാണ്, ഒരു ശാപമായിട്ട് ഇത് കൊടുത്തതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ട്. ആയിരിക്കാം, ഭാഷയുടെ പരിജ്ഞാനമുള്ളവർക്ക് ഇത് പറയാൻ അറിയത്തുള്ളൂ. ഇവിടെ ഞാൻ മടങ്ങി വരട്ടെ. തമ്പുരാൻ നിന്നെ ഉയർത്തി ഇന്ന് താഴെ ഭൂമിയിലോട്ട് തള്ളി. ഇവിടെ വന്നപ്പോൾ നീ പറയുന്നത് എന്തുവാണ്? ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഏതാ മേഘോന്നതം? ഒന്നാം സ്വർഗം. അടുത്തത്, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും. ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക്, രണ്ടാം മണ്ഡലത്തിന്റെ മീതെ കയറും. പണ്ട് ഞാൻ അവിടെ ആയിരുന്നു, ഞാൻ തിരിച്ച് അവിടേക്ക് പോകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് വായിച്ചതാവട്ടെ. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. ആ മോനെ, നിന്നെ അധമപാതാളത്തിൽ വരെ തള്ളുമടാ. നീ ഇപ്പം ഈ ഭൂമിയിൽ നിന്ന് മേളിലോട്ട് കയറുമെന്ന് നീ പറയുന്നു. ഇല്ല, നിന്നെ അധമപാതാളത്തിലേക്ക് തള്ളാൻ പോകുകയാണ്. അവനെ അങ്ങനെ സാത്താനെ അധമപാതാളത്തിലേക്ക് ദൈവം തള്ളി. അപ്പൊ അവന്റെ ഹൃദയത്തിലെ ചിന്ത എന്തുവായിരുന്നു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ നക്ഷത്രമണ്ഡലങ്ങൾക്ക് മീതെ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ഞാൻ ഇരുന്നരുളും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. യോബിന്റെ പുസ്തകത്തിൽ തന്നെ ഇനിയൊരു വാക്യമുണ്ട്, 26:7 ആയിരിക്കണം. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. ഒന്ന് നോക്കാമോ? ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. കം ടു ദ പിക്ചർ നമ്പർ 4 അഗൈൻ. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. ഭൂമിയെ അതല്ല, നോ, മുമ്പേ നമ്മൾ എടുത്ത അതേ പിക്ചർ തന്നെ. നമ്പർ 4 ഐ തിങ്ക്. നോ, വേറൊരെണ്ണം എടുത്ത് മുമ്പ് എടുത്ത് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്ന പിക്ചർ തന്നെ. നോ, അത് ഉണ്ട്. അതിനകത്ത് ഭൂമിയുടെ ഉത്തരദിക്കിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ആ ഒരു കോണിക്കൽ ഷേപ്പിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അത് കാണാമോ? ഭൂമിയുടെ ഉത്തരദിക്കിൽ ട്രൂ നോർത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ മേളിലോട്ട് തേണ്ട ഒരു ചോർപ്പിന്റെ ആകൃതിയിൽ വിരിഞ്ഞു പോകുന്ന ഒരു ഭാഗം കാണാം. അതിന് 4.5 ഡിഗ്രിയാണുള്ളത്. 4.5 ഡിഗ്രി. ഈ 4.5 ഡിഗ്രിക്കകത്ത്, യോബ് 26:7 അവിടെ എഴുതിയും കാണും, ആ 4.5 ഡിഗ്രിക്കകത്ത്
മേളിൽ ഒരു നക്ഷത്രം കാണുന്നുണ്ട്. അതിനെ ധ്രുവ നക്ഷത്രം എന്ന് വിളിക്കും, പോൾ സ്റ്റാർ. അങ്ങനെ 2.5 ഡിഗ്രി മാറിയാണ് നിൽക്കുന്നത്. അത് ഒഴിച്ചാൽ ഭൂമിയുടെ ഉത്തരദിക്കിന് നേരെ യാതൊരു ഗോളങ്ങളും ഗ്രഹങ്ങളും ഇല്ല. ഒന്നുകൂടെ ആവർത്തിക്കാം. ട്രൂ നോർത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ, മേളിലോട്ട് നോക്കിയാൽ, അല്ലെ വടക്കോട്ട് നോക്കിയാൽ, ആ ഉത്തരദിക്കിന് നേരെ യാതൊരു നക്ഷത്രങ്ങളോ ഗോളങ്ങളോ ഇല്ലാത്ത 4.5 ഡിഗ്രിയിൽ വിരിഞ്ഞു പോകുന്ന ഒരു കോണ് കാണാം. നക്ഷത്ര ബംഗ്ലാവ് കാണാൻ ആരെങ്കിലും കയറിയാൽ അത് ഒത്തിരി വ്യക്തമാക്കി കാണിക്കും. ഇത് അതിനിടയ്ക്ക് പോൾ സ്റ്റാർ, ധ്രുവ നക്ഷത്രം എന്നറിയപ്പെടുന്ന ഒരു നക്ഷത്രം 2.5 ഡിഗ്രി മാറി നിൽപ്പുണ്ട്. ട്രൂ നോർത്തിലല്ല, പുസ്തകത്തിലെ വാക്കിന് ഒരു തെറ്റുമില്ല. 2.5 ഡിഗ്രി മാറി നിൽക്കുന്ന ഒരെണ്ണം ഒഴിച്ചാൽ ട്രൂ നോർത്ത് വിരിഞ്ഞു പോകുന്ന ഒന്നുമില്ല. ഇവൻ പറഞ്ഞു, ഞാൻ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ കയറും. ഉത്തരദിക്കിനെ തമ്പുരാൻ ശൂന്യത്തിന്റെ മേൽ തൂക്കിയിരിക്കുക. ഇനി ഞാൻ ഉത്തരദിക്കിനെ വിശദീകരിക്കാൻ വടക്കുവശത്തെ വിശദീകരിക്കാൻ പോകുകയാണ്. സങ്കീർത്തനങ്ങൾ 48:2 നോക്കാമോ? സങ്കീർത്തനങ്ങൾ 48:2. ഉത്തരദിക്ക് അത്രയും മാത്രം ഇപ്പൊ കണ്ടല്ലോ. അതിന്റെ മണ്ടയ്ക്ക് സ്വർഗാതി സ്വർഗം ഇരിപ്പുണ്ട്. ഞാൻ അതോടെ കാണിച്ചിട്ടുണ്ട്. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. മഹാരാജാവിന്റെ നഗരമാണ് ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. അത് സകല ഭൂമിയുടെയും ആനന്ദം, സകല ഭൂമിയുടെയും ആനന്ദമായി മഹാരാജാവ് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഉത്തരദിക്ക്. എബ്രായ ലേഖനം 12:22. എബ്രായർ 12:22. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിലെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു. ഇതെല്ലാം കൂടെ അവിടെ വരും. അതിനകത്ത് ആദ്യത്തെ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. മതി. സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിനും അങ്ങ് വടക്ക് ഇങ്ങനൊരു സാധനമുണ്ട്. അവിടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മളെ സ്വർഗോന്നതങ്ങളിലേക്ക് ഉയർത്തി എന്ന ആശയമാണ്. സങ്കീർത്തനം 75:6-7 വായിക്കാമോ? സങ്കീർത്തനം 75:6-7. ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല. പിന്നെ എവിടുന്ന? ഒറ്റദിക്കേ ബാക്കിയുള്ളത് വടക്ക. ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല. പിന്നെ ഒറ്റ സ്ഥലമേ ബാക്കിയുള്ളൂ. അവിടെ ഉത്തരഗിരിയായ സിയോൻ പർവ്വതമുണ്ട്. അത് സകല ഭൂമിയുടെയും നന്മയാ, മനോഹരത്വമാ. അതാണ് നമ്മുടെ പ്രത്യാശ. അതാണ് വടക്കേ അറ്റത്തുള്ളത്. അതിനും ഭൂമിക്കും ഇടയിൽ യാതൊരു വസ്തുവുമില്ലാതെ ഒരു ശൂന്യതയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ശൂന്യതയെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നോർത്തൻ നെബൂള എന്നവർ വിളിക്കും. നോർത്തൻ നെബൂള, വടക്കേ ശൂന്യത. ഇനി ശാസ്ത്രലോകം പറയുന്നത് നമ്മൾ വസിക്കുന്ന ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥം, സൂര്യഗ്രഹം കുടുംബം, അത് ഉൾക്കൊള്ളുന്ന നമ്മുടെ മിൽക്കി വേ, നമ്മുടെ ഗാലക്സി, അത് ഉൾക്കൊള്ളുന്ന ബ്രഹ്മാണ്ഡ കടാഹം, ആ മഹാപ്രപഞ്ചം മൊത്തം കൂടെ ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗതയിൽ വടക്കോട്ട് പോവുകയാണ്. ഈ ശൂന്യതയിലേക്ക് പോവുക. ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗതയിൽ. കൊല്ലം 50,000 ചരിത്രമെങ്കിലും ശാസ്ത്രലോകത്തിന് പറയാനുണ്ട്. ഇത്രയും നാൾ പോയിട്ട് എങ്ങ് എത്തിയില്ല, അങ്ങ് പോവുകയായി. അങ്ങനെയാണെങ്കിൽ വടക്ക് നിന്ന് ആരോ പടുകൂറ്റൻ ശക്തികളിൽ ഒന്ന് ഈ ഭൂമിയെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്. ഇതാരാണെന്നറിയണം. സകല ശാസ്ത്രജ്ഞന്മാരുടെയും മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യമായിരുന്നു, ഇതാരാണെന്നൊന്ന് അറിയണം. പക്ഷേ അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ ഒത്തിട്ടില്ല. അങ്ങോട്ട് വെറും ശൂന്യതയുള്ളൂ. ഞാൻ ഇനിയും മറ്റൊരു കൊച്ചുദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ തോന്നുന്നു, ഇവിടെ കാണാൻ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് ഞാനും കൂടെ വടം വലിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ നിന്ന പിള്ളേരെ വലിച്ചെടുക്കും. കാര്യം എനിക്ക് അവരെക്കാൾ ബലമുണ്ട്. പക്ഷേ ഇവിടുത്തെ ആരോഗ്യമുള്ള ഒരുത്തിന് ഞാനും കൂടെ വടം വലിച്ചാലോ എൻ്റെ മൂക്കയിലെ തൊലി വാക്ക് കാണുകയില്ല, അവൻ എന്നെ തെള്ളിയിട്ടങ്ങ് വലിച്ചെടുക്കും. ആരോഗ്യമുള്ളത് ആരാണോ അവനാണ് ആരോഗ്യം കുറഞ്ഞതിനെ വലിച്ചടുപ്പിക്കുന്നത്. നമ്മുടെ ഭൂമിയും ഇത് ഉൾക്കൊള്ളുന്ന സൗരയൂഥവും അത് ഉൾക്കൊള്ളുന്ന മിൽക്കി വേയും, മുമ്പേ പറഞ്ഞല്ലോ നക്ഷത്രങ്ങളുടെ എണ്ണമെല്ലാം കൂടെ എണ്ണിത്തീർക്കാനൊന്നും നോക്കുന്നതല്ല. ഇതുങ്ങളെ
മൊത്തം വടക്കോട്ടാരാണ്ട് വലിക്കുക. ഒരു സെക്കൻഡിൽ 12 മൈൽ, എന്നാ ഈ പറയുന്നേ, ഒരു സെക്കൻഡിൽ 12 മൈലിലധികം വേഗതയിൽ, മോർ ദാൻ എസ്കേപ്പ് വെലോസിറ്റി, ഇതങ്ങ് വടക്കോട്ട് പോകുക. ആരുടെ ഇതിനെ വടക്കോട്ട് വലിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞില്ലെങ്കിലും ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നോർത്തേൺ നെബൂളയ്ക്ക് മുകളിൽ, ആ ശൂന്യതയ്ക്ക് മുകളിൽ 1991 ആദ്യത്തെ റിപ്പോർട്ട് നോർത്തേൺ നെബൂളയെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന ശൈലിയിൽ ഒന്ന് വരുന്നത്. വാനഗോള ശാസ്ത്രജ്ഞന്മാരിൽ ശ്രേഷ്ഠനായ പ്രൊഫസർ ലാർക്കിൻസൺ എന്ന മനുഷ്യൻ ന്യൂജേഴ്സിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ചാവൂസ് എന്ന മാസികയ്ക്കകത്ത് ഒരു പിക്ചർ സഹിതം ഒരു ആർട്ടിക്കിൾ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കിട്ടിയായിരുന്നു. The gigantic lenses all around Earth had been focusing the northern nebula and scanning it. ലോകത്തുള്ള ശക്തിയേറിയ ലെൻസുകൾ, ടെലിസ്കോപ്പുകൾ നോർത്തേൺ നെബൂളയെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വസ്തുത പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. നീളവും വീതിയും ഉയരവും ഉള്ള ക്യൂബിക്കൽ ഷേപ്പിലുള്ള ഏതോ ഒരു വസ്തു, അതാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഏതോ ഒരു വസ്തു വടക്കേ നെബൂളയുടെ അപ്പുറത്ത് കണ്ടുകിട്ടി. ഒറ്റ സെക്കൻഡേ ഉള്ളായിരുന്നു ആ പ്രകാശം ലഭിച്ചത്, അതങ്ങ് മാറി. ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം ഇവിടെ പറഞ്ഞു കാണും, അല്ലെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഈ നെബൂളയെ നോക്കുവാൻ വേണ്ടി ഒരു എയർ ഒബ്സർവേറ്ററി സ്ഥാപിതമായി. 2 പ്രാവശ്യമെങ്കിലും അതിനകത്ത് കയറി കാണുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. 2 പ്രാവശ്യമെങ്കിലും ഞാൻ അതിനകത്ത് കയറി കണ്ടു. ഈ നെബൂള സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഭൂമിയെ ആകർഷിക്കുന്നത് എന്തെന്ന് ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യവും ആ വടക്കേറ്റത്ത് ഞങ്ങൾ കാണിച്ചിരിക്കുന്ന ആനിമേറ്റഡ് പിക്ചർ, ഇവിടെ ചുമ്മാ ഞങ്ങൾ വരച്ചു വെച്ചതായത്, അതുപോലെ ഒന്ന് അവിടെ കാണുവാനിടയായി തീർന്നു. നീളവും വീതിയും ഉയരവും തുല്യമായ ഒരു വസ്തുവിനെ അവിടെ കണ്ടു. പ്രൊഫസർ ലാർക്കിൻസൺ പറയുന്നത് പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളും ഗ്ലോബലാണ്, ബോളിൻ്റെ ഷേപ്പാ. പക്ഷെ ഇത് മാത്രം നീളവും വീതിയും ഉയരവുമുള്ള ക്യൂബിക്കൽ ഷേപ്പിലാണ്. ലാർക്കിൻസൺ എഴുതിയിരിക്കുന്നു, അതിന് ചുറ്റും ഒരു വൻ മതിലുണ്ട്. ഇത് വെളിപ്പാട് 22 പറയുന്ന സ്വർഗമാണ് സ്വർഗീയ യെരൂശലേമായത്. ഇതിൻ്റെ വട്ടത്തിൽ ഒരു വൻ മതിലുണ്ട്. പ്രൊഫസർ ലാർക്കിൻസൺ പറഞ്ഞു, ആ മതിലിൻ്റെ മുമ്പിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ വലിപ്പം ശ്രദ്ധിച്ചോണം, 16 ട്രില്യൺ നോട്ടിക്കൽ മൈലാണ്. ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ഒത്തിരി മേലില്ല, എനിക്കൊന്നും അറിയത്തില്ല എത്രയാണെന്ന്. 16 ട്രില്യൺ. മില്യൺ ഈസ് എ ബില്യൺ ആൻഡ് ബില്യൺ ഈസ് എ ട്രില്യൺ, അല്ലേ? അത്രയും അങ്ങോട്ട് പറയാം. 10 ലക്ഷം ഒരുമിച്ച് കൂടുന്നതിനെ 1 മില്യൺ എന്ന് വിളിക്കും. 10 ലക്ഷം ഗുണം 10 ലക്ഷം ആണ് 1 ബില്യൺ. അത്രയും ബില്യൺ ഒരുമിച്ച് കൂടുന്നതാണ് 1 ട്രില്യൺ. 16 ട്രില്യൺ നോട്ടിക്കൽ മൈലാണ് അതിൻ്റെ മുൻപിലുള്ള ഒറ്റ ഗേറ്റിൻ്റെ വീതി എന്ന് പ്രൊഫസർ ലാർക്കിൻസൺ കണക്കാക്കുന്നു. സാത്താന്റെ ഹൃദയത്തിൽ അവൻ ചിന്തിച്ചത്, ലൂസിഫറിന്റെ ഹൃദയത്തിൽ ചിന്തിച്ചത് ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ, മനസ്സിലാകുന്നു? ഭൂമിയെ തൂക്കിയിരിക്കുന്നത് നാസ്തിത്വത്തിന്റെ മേലാണ്. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. താഴെ കാണുന്ന പിക്ചർ ഇവിടെ ആനിമേറ്റ് ചെയ്തതാണ്, പക്ഷേ അത് നാസയുടെ കണ്ടുപിടുത്തങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. നാസയുടെ കണ്ടുപിടുത്തങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിനകത്ത് ഒരു ശകലം പോലും തെറ്റില്ല. സ്കെയിലല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആ യാഥാർത്ഥ്യത്തിൽ അതൊട്ടും തെറ്റില്ല. ശാസ്ത്രീയ കണ്ടുപിടുത്തമാണ്. അതിൻ്റെ അതിർത്തിയിൽ ദൈവത്തിൻ്റെ സിംഹാസനമുണ്ടെന്നും ലൂസിഫർ പറഞ്ഞു, ഞാൻ അവിടെ കയറും, ഞാൻ അതിൻ്റെ മുകളിൽ ഇരിക്കും. ഇത് അവൻ പറയുകയും തമ്പുരാൻ അവനെ ശപിച്ചു. അവനിലുള്ള പ്രകാശത്തെ, ഉണ്ടായിരുന്ന പ്രകാശത്തെ ദൈവം അന്ധകാരമാക്കി മാറ്റി. അവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളി. നക്ഷത്രമണ്ഡലത്തിൽ ഇതര ദൂതന്മാരുണ്ട്, പുള്ളിക്ക് അവിടെ പോകാൻ ഒക്കുകയില്ല. ഭൂമിക്ക് ദൈവം വേറെ ഒരു ഉദ്ദേശം കൊടുത്തു, ഇവിടെയും പറ്റുകയില്ല. ഒക്കുന്നത് മേഘമണ്ഡലങ്ങളിൽ അന്തരീക്ഷത്തിലേക്ക് അവനെ തള്ളുകയും ഈ ലോകത്തിൻ്റെ പ്രഭുവെന്നും പറയും. പണ്ട് അധികാരം അവനായിരുന്നു. ആകാശത്തിൻ്റെ അധിപനെന്നും, ആകാശത്തിലെ ബാബ എന്നവനെ തനിച്ച ഭാഷയെ വിളിക്കാം, കറക്റ്റ് അത്. അവനെ അങ്ങോട്ടങ്ങ് തള്ളിയേച്ച് ഭൂമിയെ ദൈവം അവൻ്റെ കയ്യിൽ നിന്ന് സ്വതന്ത്രമാക്കി. ഇനി ഞാൻ അടുത്ത വടിയിലോട്ട് കയറാൻ പോവുകയാണ്. എന്നിട്ട് തമ്പുരാൻ എന്തു ചെയ്തു? ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി.
വെള്ളം കൊണ്ട് മൂടി, അതിൽ നിന്ന് പ്രകാശം ഇല്ലാതെയായി. യെരമ്യാവിന്റെ പ്രവചനം 4-ാമത്തെ അധ്യായത്തിൽ, യെരമ്യാവിന്റെ പ്രവചനം 4-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള വാക്യം ദയവായി നോക്കാമോ? അയ്യോ എന്റെ ഉദരം എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ എന്റെ ഹൃദയഭിത്തികൾ എന്റെ നെഞ്ചിടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ. എന്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിന്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു. സോറി, അതാണോ യെരമ്യാവ് 4:19? അങ്ങനെയാണ് 26 നോക്കാം. 4-ന്റെ ഞാൻ നോക്കിയ ഉദ്യാനം, എക്സാക്ട്ലി അതാ എനിക്ക് വേണ്ട വാക്യം. വായിച്ചു. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞുപോയിരിക്കുന്നു. യഹോവയുടെ ഉഗ്രകോപം വന്നതോടുകൂടെ ഈ മനോഹരമായിരുന്ന ഭൂമിയെ, പാഴായിട്ടല്ല ദൈവം ഇതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനായി സൃഷ്ടിച്ചതാ. അതിനുവേണ്ടി ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന മനോഹര പട്ടണങ്ങൾ ഇടിഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ടു. ഞാൻ നോക്കി, ഉദ്യാനം മരുഭൂമിയായി മാറി. ഒന്നുകൂടെ വായിച്ചു. ഞാൻ ഭൂമിയെ നോക്കി, അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. അത് പാഴും ശൂന്യവും ആയിത്തീർന്നു. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. എവിടെയാണിത് പാഴും ശൂന്യവും ആയിത്തീർന്നത്? ഞാൻ ആകാശത്തെ ഭൂമിയെ നോക്കി, അത് പാഴും ശൂന്യവുമായി തീർന്നു. വായിച്ചു. ഞാൻ ആകാശത്തെ നോക്കി, അതിന് പ്രകാശം ഇല്ലാതെ ഇരുന്നു. പ്രകാശമില്ലാത്ത ആകാശം ഞാൻ കണ്ടു. പിന്നെ ഞാൻ പർവ്വതങ്ങളെ നോക്കി, അവ വിറയ്ക്കുന്നത് കണ്ടു. പർവ്വതങ്ങളിൽ നിന്ന് വിറയ്ക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. കെ എബ്രഹാം സാർ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഭൂമിയുടെ അച്ചുതണ്ട് വിറച്ചു പോയതിനാൽ അതിന്റെ സകലതും വിറച്ചാടിയ ചരിത്രമായിരിക്കണം ഇതെന്ന് ആയിരിക്കാം. മുന്നോട്ട്. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. കുന്നുകൾ ആടി. പിന്നെ ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. മനുഷ്യനെ കണ്ടില്ല. കാര്യം അന്ന് മനുഷ്യൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കാണാഞ്ഞത്. ഒരു മനുഷ്യനെയും കണ്ടില്ല, മനുഷ്യനില്ലാഞ്ഞ കാലം. പിന്നെ ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇവിടെ പക്ഷികൾ ഉണ്ടായിരുന്നു, പക്ഷികൾ പറന്നുപോയി. പിന്നെ ഞാൻ നോക്കി, ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. പിന്നെ അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞുപോയി. ഇതിനകത്ത് പട്ടണങ്ങൾ പലതുണ്ടായിരുന്നു, അവ ഇടിഞ്ഞുപോയി. പിന്നെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളയുകയില്ല. എന്റെ ദൈവമേ, ഞാൻ ഇതിനെ മുടിച്ചു കളയത്തില്ല. ഇത് ശൂന്യമായെങ്കിലും ഇതിന് വീണ്ടെടുപ്പിനൊരു പ്ലാനുണ്ട്. ഇന്ന് ഉപവാസ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നവരോർത്തോണം, നമ്മുടെ ജീവിതത്തിൽ പല ഭാഗങ്ങളും ശൂന്യമായി കാണും. എന്നാൽ ദൈവത്തിനൊരു കരുണയുണ്ട്. പോകത്തില്ല, മടങ്ങി വരും. ഞാൻ ആ ഭാഗങ്ങളിലോട്ട് ഇറങ്ങാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഇന്നത്തെ ഒരു പ്രായോഗിക അർത്ഥത്തിലേക്ക് നമ്മൾ പോകുക. ഇതിനോട് ചേർന്ന് യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. 9-ാം അധ്യായം 4 മുതൽ 7 വരെ. 9-ാം അധ്യായം 4 മുതൽ 7 വരെ. അവൻ ജ്ഞാനിയും മഹാശക്തനുമാകുന്നു. ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ്, അവൻ ജ്ഞാനിയും മഹാശക്തനുമാകുന്നു. അവനോട് ശഠിച്ചിട്ട് ഹാനി വരാത്തവൻ ആർ? ദൈവത്തോട് ശഠിച്ചിട്ട്, ലൂസിഫറിന് പറ്റിയ അബദ്ധം അതാണ്. അവനോട് ശഠിച്ചിട്ട് ഹാനി വരാത്തവൻ ആർ? അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു. പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു. തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു. തന്റെ കോപത്തിൽ അവൻ പർവ്വതങ്ങളെ മറിച്ചു കളയുന്നു. പിന്നെ അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. ഭൂമിക്ക് സൂര്യന്റെ വട്ടം പോകത്തക്കവണ്ണം ദൈവം ഒരു ഓർബിറ്റ് അതിന് കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് ഈ പുള്ളി ഇരിക്കുന്നത്. അവിടെ നിന്ന് തമ്പുരാൻ അതിനെ ഇളക്കി. എന്നിട്ട് അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകും. അതിന്റെ തൂണുകൾ കുലുങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ മഹാപർവ്വതങ്ങൾ എന്നുള്ള ആശയമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ തൂണുകൾ കുലുങ്ങി, അച്ചുതണ്ടാകാം, കുലുങ്ങി. പിന്നെ അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. അവൻ സൂര്യനോട് കൽപ്പിച്ചതുകൊണ്ട് സൂര്യൻ ഉദിക്കാതെയായി. പിന്നെ അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നു. നക്ഷത്രത്തെ ഒരെണ്ണത്തെ കാണാനില്ലാതെയായി പൊതിഞ്ഞതിനെ മുദ്രയിടുന്നു. പിന്നെ അവൻ തനിച്ച് ആകാശത്തെ വിരിക്കുന്നു. അവൻ തനിച്ച് നിൽക്കട്ടെ, തിരിച്ച് അവൻ ആകാശത്തെ വിരിക്കും. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. എന്റെ വിശ്വാസപ്രകാരം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് 104-ാം സങ്കീർത്തനത്തിൽ നിന്ന് അല്പം കൂടെ വ്യക്തമായി. എത്ര മുതൽ എത്ര വരെയുള്ള വാക്യം വരുന്നത് വായിച്ചത്? 104 8 വായിച്ചാട്ടെ. ഒന്നുകൂടെ വായിച്ചാട്ടെ. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. ദൈവത്തിന്റെ കോപത്തിൽ മലകൾ പൊങ്ങി. അതിനു മുമ്പ് ഇതൊരു സർക്കുലർ ആയിരുന്നു. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. പിന്നെ നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് അത് വാങ്ങിപ്പോയി. ദൈവം ഇതിനെ ഈ ഭ്രമണപഥത്തിൽ നിന്ന് എടുത്ത് ദൂരെ എവിടെയൊക്കെ ഏറെറിഞ്ഞു. സൂര്യപ്രകാശം അടുക്കാത്ത,
നക്ഷത്രങ്ങൾ കാണാത്ത ആകാശത്തിന്റെ വിദൂരതയിൽ എവിടെയോ ഇത് അലഞ്ഞു തിരിയുവാൻ തുടങ്ങി. അന്ന് പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്തു. പിതാവായ ദൈവം തന്റെ കോപത്തിൽ ഇത് വിളിച്ചു പറയുമ്പോൾ പുത്രനും പിതാവും പരിശുദ്ധാത്മാവുമായി ചേർന്ന് സൃഷ്ടിച്ച ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നതിനാൽ ദൈവം തന്റെ ആത്മാവിന് അനുമതി കൊടുക്കുകയും ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിക്കുകയും ചെയ്തു. എവിടുന്ന വെള്ളം വന്നതെന്നും കൂടെ എളുപ്പം തൊട്ടേക്കാം. സൂര്യപ്രകാശവും വെളിച്ചവും നഷ്ടമായതോടെ ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും മഞ്ഞുകട്ടയായി ഭൂമി മഞ്ഞിൽ പൊതിഞ്ഞ് കിടന്നു. ഈ മഞ്ഞിൽ പൊതിഞ്ഞു കിടന്ന ഭൂമിയെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിർജ്ജീവമായി കിടക്കുന്ന പലതിനെക്കുറിച്ചും ദൈവത്തിന് പ്ലാൻ ഉള്ളതുകൊണ്ട് ആത്മാവിനൊരു കൽപ്പന കൊടുത്തു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പരിവർത്തിക്കുക എന്ന പദത്തിന് തികച്ചും വ്യത്യസ്തമായ വേറൊരു വാക്കാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. മൊറാഹാഫത്ത്. മൊറാഹാഫത്ത് എബ്രായ ഭാഷയിൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്ക്, പരിവർത്തിച്ചു എന്നതിന് മൊറാഹാഫത്ത്. മൊറാഹാഫത്ത് എന്ന പദം ഒരു കോഴിയുടെ കീഴിൽ മുട്ട പൊരുന്ന വെച്ചാൽ ആ മുട്ടയുടെ മുകളിൽ കോഴി ഇരുന്ന് കാണിക്കുന്ന വേലയാണ്. അങ്ങോട്ട് ചരിക്കണമെന്ന് തോന്നുമ്പം അങ്ങോട്ട് ചരിക്കും, ഇങ്ങോട്ട് ചരിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് ചരിക്കും. അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട് അതിൻ്റെ ചിറകിൻ്റെ കീഴിലേക്ക് മുട്ട കൊണ്ടൊന്ന് വെച്ച് അതിൻ്റെ മീതെ പൊരുന്ന ഇരുന്ന് അതിൻ്റെ സമയമാകുമ്പോൾ ഒരു കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരേണ്ടതിന് കോഴിയുടെ പുറത്തിരിക്കുന്ന മുട്ടയുടെ പുറത്തിരിക്കുന്ന കോഴി കാണിക്കുന്ന പരിപാടിയെയാണ് മൊറാഫത്ത് എന്ന് വിളിക്കുന്നത്. ഇപ്രകാരം അനന്തവിശാലതയിലേക്ക് എടുത്തെറിയപ്പെട്ട ഭൂമിയുടെ മുകളിലുണ്ടായിരുന്ന ഇരുട്ടിനും വെള്ളത്തിനും മീതെ പരിശുദ്ധാത്മാവ് പൊരുന്ന ഇരുന്നു കൊണ്ട് ഇതിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള പണി നോക്കുക. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ട വ്യക്തിയെങ്കിൽ ഒരു പക്ഷേ എവിടെയെങ്കിലും ദൈവകോപത്തിൽ എന്തെങ്കിലും ഒന്ന് തീർന്നു പോയാൽ തമ്പുരാൻ അതിനെ കളയുകയല്ല, തിരിച്ചെടുക്കുവാൻ വേണ്ടി അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൻ്റെ മീതെ പരിവർത്തിച്ചു ക്രിയ ചെയ്തുകൊണ്ടിരുന്നു. മൊറാഫത്ത് അതിൻ്റെ മുകളിലിരുന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരുവാനായി ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനുള്ളതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇന്ന് വരികയാണ്. ഇങ്ങനെ പോയാൽ നമുക്ക് ശനിയാഴ്ച കൊണ്ട് ഭയങ്കര ആഴമുള്ള ഒരാശയമായത് നമ്മൾ ഏറെക്കുറെ അതിൻ്റെ പൂർണ്ണതയിലോട്ടെത്തും. ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് അവിടെ എത്ര നൂറ്റാണ്ടുകൾ ഇരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു ദിവസം ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, സമയമായി എന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ദൈവം ഒരു ഒറ്റ കൽപ്പന, ലെറ്റ് ദേർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ. അവിടെ സൃഷ്ടിച്ചു എന്ന വാക്കാണ് നമ്മൾ സത്യത്തിൽ മലയാള വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ബാരക് എന്ന പദമാണ് സൃഷ്ടി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഭൂമിയുടെ പുനരുത്ഥാനം 6 ദിവസങ്ങൾ കൊണ്ട് ദൈവം ചെയ്തു. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം മുതൽ 6-ാം ദിവസം വരെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, പക്ഷികൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു എന്നതിന് ബാരക് എന്ന പദമല്ല എബ്രായയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആസാഫ് എന്നും യക്സാർ എന്നുമുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആസാഹ് എന്നും യക്സ്താർ എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കുകളുടെ അർത്ഥം ഉള്ളതിനെ രൂപീകരിച്ചുണ്ടാക്കി, അരിയിട്ട് ചോറുണ്ടാക്കി, മുളകിട്ട് കറി ഉണ്ടാക്കി, തടിയൊഴിച്ച് കപ്പൽ പണിതു, മരം കൊണ്ട് ഒരു രൂപമുണ്ടാക്കി. യക്താർ, ആസാഹ്. നേരത്തെ സൃഷ്ടിച്ചിരുന്നതും തമ്പുരാൻ ഉണ്ടാക്കിയിരുന്നതുമായ വസ്തുക്കളിൽ, ധാതുക്കളിൽ നിന്ന് ഒരു രൂപീകരണം വരുത്തി ഇന്ന് കാണുന്ന ഭൂമിയെ ദൈവം മടക്കിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം തന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ക്നെസ് നിമിത്തം റീഫോർമേഷൻ നടന്നേക്കാം. ആ പറഞ്ഞ ഗൗരവത്തിൽ നിന്നത് താഴെ പോയേക്കാം. നിലവിളക്ക് അതിൻ്റെ സ്ഥലത്ത് നിന്ന് മാറിയേക്കാം. പക്ഷെ നിലവിളക്ക് കിടത്തില്ല, മടങ്ങി വന്നിരിക്കും. ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ ദൈവം പൂർത്തീകരിച്ചിരിക്കും. ദൈവം ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്നേച്ച് അവിടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അടുത്ത 15 മിനിറ്റ് കൊണ്ട് ഞാനത് നിർത്തും. ദൈവം ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ
വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി തിരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. ഏതൊക്കെയോ നക്ഷത്രങ്ങളിൽ നിന്നും വെളിച്ചം കിട്ടുന്ന അകലത്തിൽ അത് വന്നു. കാര്യം 1-ാമത്തെ ദിവസം വെളിച്ചം ഉണ്ടായി, സൂര്യനും ചന്ദ്രനും അന്നില്ല. 4-ാം ദിവസം ഉണ്ടായത്. ഞാൻ 3-ാം ദിവസം എൻ്റെ മനസ്സിനകത്ത് കണക്ക് കൂട്ടി വെച്ചുകൊണ്ടിരുന്നത് സത്യത്തിൽ വെളിച്ചം ഉണ്ടായി 3 ദിവസം കഴിഞ്ഞിട്ടാണ് സൂര്യനെ കണ്ടത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയതാ, തെറ്റിപ്പോയി. 4-ാമത്തെ ദിവസമാണ് ദൈവം സൂര്യനെ സൃഷ്ടിക്കുന്നത്. അതുവരെ സൂര്യൻ ഇല്ലാതെ വെളിച്ചം എവിടുന്ന് വന്നു? അനന്ത വിശാലതയിൽ നിന്ന് ഈ ഭൂമി മടങ്ങി വരുന്ന കൂട്ടത്തിൽ ഇതര നക്ഷത്രങ്ങളിൽ നിന്നാകാം. ചിലർ പറയുന്നത് തമ്പുരാന്റെ കരുണ തന്നെ പ്രകാശമായി വ്യാപരിച്ചു എന്ന് ആകാം. കരുണ തന്നെ പ്രകാശമായി വ്യാപരിച്ചതാകാം. ഇത് മടങ്ങി വന്നുകൊണ്ടിരുന്നു. ദൈവം അതിനെ തിരിച്ചു കൊണ്ടുവന്നു. ദൈവം ഇതിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ മനുഷ്യന് പാർക്കത്തൊക്കെ അതിനെ കൊണ്ടത്. അടുത്ത പിക്ചറിനകത്തൊന്ന് വന്നാട്ടെ. ദ ഓർബിറ്റ്സ്, മൂന്നാമത്തെ പിക്ചർ നമ്പർ 3. അത് ദൈവം ഭൂമിയെ തിരിച്ചു കൊണ്ടു. ദൈവം ഭൂമിയെ തിരിച്ചു കൊണ്ടെന്ന് അതിൻ്റെ ഇടത്തെ അറ്റത്ത് നിൽക്കുന്ന വലിയ സൂര്യനോട് ചേർത്ത് ഇവന്മാരെ എല്ലാം കൂടെ വെച്ചിരിക്കുക, ഗോളങ്ങളെല്ലാം കൂടെ. 3-ാമത്തെ പുള്ളിയാണ് നമ്മുടെ ഭൂമി. ഇതിനെ തിരിച്ചു കൊണ്ടുവന്നു. ഒരുപാട് വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവം അങ്ങോട്ട് എറിഞ്ഞ പോലല്ല ഇവനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങോട്ട് എറിയുമ്പോൾ ലൂസിഫറിന് പാർക്കാൻ കൊള്ളാവുന്ന അന്തരീക്ഷത്തിലായിരുന്നു ഇത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് പാർക്കാൻ കൊള്ളാവുന്ന അന്തരീക്ഷത്തിലാണ്. എനിക്ക് വായിക്കത്തില്ല, ചുരുക്കം കാര്യങ്ങൾ അങ്ങോട്ട് തൊട്ടേക്കാം. ഭൂമിയിൽ 24 മണിക്കൂറുള്ള രാപകലുകളാണ് ഉള്ളത്. ടെമ്പറേച്ചർ അങ്ങോട്ട് തുടങ്ങട്ടെ. ആദ്യമേ അവിടെ നിന്ന് വായിക്കാം. 1-ാമത്തെ ഗോളത്തിന്റെ ടെമ്പറേച്ചർ എത്ര? ഫസ്റ്റ് is the temperature shown there? Oh, it's orbited. Okay, sorry. ആ ഡേറ്റ് ആയിട്ടിരിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല, മാറിപ്പോയി. 1-ാമത്തെ ഗോളത്തിന്റെ ടെമ്പറേച്ചർ മേ ബി അടുത്ത ദിവസത്തേക്ക് നമുക്ക് അതിന്റെ കറക്റ്റ് ഡേറ്റ് എടുക്കാം. ഇതെല്ലാം അക്യുറേറ്റാണ്, ഇതെല്ലാം നാസയുടെ ഇൻവെൻഷൻസാണ്. 1-ാമത്തെ ഗോളത്തിന്റെ ടെമ്പറേച്ചർ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മനുഷ്യന് താമസിക്കാൻ ഒക്കാത്ത ടെമ്പറേച്ചറാണ്. കൈ കാണിച്ച കത്തിപ്പോവും, അത്രയും ചൂടുണ്ട്. 2-ാമത്തെ പുള്ളി കൈ കാണിച്ച കത്തിപ്പോവും, ആ ടെമ്പറേച്ചറാണ്. 3-ാമത്തേത് നമ്മുടെ ഭൂമിയാണ്. ഇവന്റെ ടെമ്പറേച്ചർ ആവറേജ് ടെമ്പറേച്ചർ 24 ഡിഗ്രി സെന്റിഗ്രേഡ്, പെർഫെക്റ്റ് എയർ കണ്ടീഷൻ. ആവറേജ് ഒരു സ്ഥലത്ത് കൂടിയും വേറൊരു സ്ഥലത്ത് കുറയും, അത് ശരിയാണ്. മനുഷ്യന് താമസിക്കാവുന്ന ടെമ്പറേച്ചറിൽ ഭൂമി താണു. 4-ാമത്തവൻ മനുഷ്യന് താമസിക്കാൻ ഒക്കുകയില്ല. 9 ഗ്രഹങ്ങൾ അറിയപ്പെടുന്ന കൂട്ടത്തിൽ, അങ്ങനെ പറയട്ടെ, ഭൂമിക്ക് മാത്രമേ മനുഷ്യന് താമസിക്കാവുന്ന ടെമ്പറേച്ചർ ഉള്ളൂ. ബാക്കി ഒരെണ്ണത്തിന് പോലും മനുഷ്യന് താമസിക്കാവുന്ന ടെമ്പറേച്ചർ ഇല്ല. അങ്ങോട്ട് എറിഞ്ഞിടത്തുനിന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ തമ്പുരാൻ മാറ്റി. 2, ഭൂമിയിൽ ഒരു ദിവസത്തിന് 24 മണിക്കൂറാണ്. ചില ഗോളങ്ങളിൽ ഒരു ദിവസത്തിന് മനുഷ്യന്റെ കണക്കനുസരിച്ച് 270 ദിവസം കഴിയണം, ഒരു വർഷത്തിന് മേളിൽ. എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഉറങ്ങാൻ കിടന്ന 6 മാസം കഴിഞ്ഞേ സൂര്യൻ ഉദിക്കത്തുള്ളൂ. 6-7 മാസമൊക്കെ കഴിയും സൂര്യൻ ഉദിക്കണമെങ്കിൽ. വേറെ ചില ഗോളങ്ങളിൽ 4 മണിക്കൂറേ ഉള്ളൂ ഒരു ദിവസം. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ച് കിടക്കാൻ ഒക്കുകയില്ല. മനുഷ്യന് താമസിക്കത്തക്ക ടെമ്പറേച്ചർ, മനുഷ്യന് കിടക്കത്തക്ക ദിനരാത്രങ്ങൾ, മനുഷ്യന് ജീവിക്കുവാനുള്ള ഓക്സിജൻ, മനുഷ്യന് ഉപയോഗിക്കുവാനുള്ള വെള്ളം എന്നിങ്ങനെ ലൈഫ് സപ്പോർട്ടിങ്, ഹ്യൂമൻ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ആകഗോളം ഭൂമിയായി മാറി. എന്തിനതിനെ തിരിച്ചു കൊണ്ടുവന്നത്? മനുഷ്യനെ പാർപ്പിക്കാൻ. എൻ്റെ ദൈവമേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഇതിനെ രൂപഭേദം വരുത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലൂസിഫറിന് ഇഷ്ടപ്പെടുവോ? അവന് വേണ്ടി ഉണ്ടാക്കിയ ഭൂമിയായത്. ആദ്യത്തെ വഴക്ക് കഴിഞ്ഞ് അവന് വേണ്ടി ഇത് ഉണ്ടാക്കിയെന്ന് എൻ്റെ വിശ്വാസം. 2-ാമത്തെ വഴക്കോടെ അവനെ എടുത്തു കളഞ്ഞു. എനിക്കൊരവസരം കൂടെ തന്നുകൂടെ, എന്നെ എന്തിനാ സ്ഥിരം തള്ളിയതെന്ന് നോക്കിയായിരിക്കും ഇവൻ്റെ ചോദ്യം. കഴിഞ്ഞു മോനെ, 2 ചാൻസിക്കുള്ളിൽ നിനക്കില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ആരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ എന്നതാ എനിക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഒരിക്കൽ അതിനൊരു വ്യാഖ്യാനം പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. ദൈവത്തെ ഒരു പ്രാവശ്യം വിളിക്കാനേ അനുവാദമുള്ളൂ. ആ വിളിയിൽ ഉത്തരം കേട്ടിട്ട് നീ മിണ്ടിയില്ല, പിന്നെ വിളിക്കുകയായിരുന്നു. കർത്താവേ കർത്താവേ എന്ന് പറയരുത്, ഒറ്റ പ്രാവശ്യം. ലൂസിഫറിന് ഏതായാലും അങ്ങനെ ആയിരുന്നു, ഒറ്റ ചാൻസ് കൊടുത്തിട്ടുണ്ട്. മിനിമം എനിക്ക് അത്രേ പറയാനൊക്കത്തുള്ളൂ.
അവൻ പണ്ട് അഗ്നിമയരഥങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചരിച്ചവനും ദൈവത്തിന്റെ പർവ്വതമായ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ഇരിക്കുകയും ചെയ്തവനെ കൊണ്ടുവന്ന് ഭൂമി പാർപ്പിച്ചത് ഏതാണ്ട് കാര്യം ഉണ്ടായിട്ടാണ്. ഇവിടുന്ന് അവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളിയേച്ച് അവന്റെ കൺമുൻപിൽ അണ്ടർ ഹിസ് നോസ് എന്ന് പറയും ഇംഗ്ലീഷിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വെക്കുകയും ചെയ്തത് ഇവന് തീരെ ഇഷ്ടപ്പെടാതെ വന്നു. എബ്രായിൽ ബാരക് എന്ന വാക്ക് സൃഷ്ടിച്ചു എന്ന പദം 2 പ്രാവശ്യമേ ഉള്ളൂ. 1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി മനുഷ്യ സൃഷ്ടിയെങ്കിൽ ലൂസിഫറിന് പറ്റിയ ഒരബദ്ധവും നമുക്ക് പറ്റാതിരിക്കാൻ തമ്പുരാൻ ശ്രദ്ധിച്ചു. 1, ലൂസിഫറിനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടായിരുന്നു? പീതരത്നം എന്തൊക്കെയായിരുന്നു? എനിക്കിതിൻ്റെ ഒന്നും പേരറിയാൻ വയ്യ. സകലയനം രത്നു കണ്ടാൽ ഇവൻ അതിസുന്ദരനായിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞ് അവനുണ്ടായ ഗതികേട് മനുഷ്യന് വേണ്ട, അതുകൊണ്ട് നിന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയേക്കാം. അവനെ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചേച്ച് മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം തേജസ് കൊണ്ട് മൂടി, പക്ഷെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. ഞാൻ ഇവിടെ ഒരു പദം കൂടി എടുത്തു പറയാം. വിവാഹവേദികളിൽ ഞാൻ സാധാരണഗതിയിൽ ആഭരണം ഉപയോഗിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം നടത്താറില്ല, ചെയ്യാറില്ല. അതിൻ്റെ കാരണം ബൈബിൾ ക്രിസ്ത്യാനിയുടെ വിവാഹത്തെക്കുറിച്ച് ക്രിസ്ത്യാനികളുടെ വിവാഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് സഭയാകുന്ന മണവാട്ടിയും മണവാളനായ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമാണ്. അതിനെ ചിത്രീകരിച്ച് കാണിക്കാനാണ് ഭൂമിയിൽ വെച്ച് വിവാഹങ്ങൾ ദൈവസഭ നടത്തുന്നത്. മണവാട്ടിയുടെ വേഷം എന്തുവാന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവൾ ശുഭ്ര വസ്ത്രം ധരിച്ചിരിക്കുന്നു, ആഭരണങ്ങളില്ല. എതിർ ക്രിസ്തുവിൻ്റെ ഈ വീണ ലൂസിഫറിൻ്റെ മണവാട്ടിയുടെ വേഷം ബൈബിളിലുണ്ട്. അവൾ ധൂമ്രവസ്ത്രവും കടിഞ്ചുവപ്പും ധരിച്ച് സകലവിധ രത്നങ്ങളാലും അലങ്കരിച്ചിരിക്കുന്നു. ഇവനെ സൃഷ്ടിച്ചത് രത്നങ്ങൾ കൊണ്ട് മൂടിയ അവൻ്റെ മണവാട്ടിയും സകലവിധ രത്നങ്ങളും അണിഞ്ഞുകൊണ്ട് അന്തിക്രിസ്തുവുമായി വിവാഹത്തിനൊരുങ്ങുമ്പോൾ മണവാളനായ ക്രിസ്തുവിന് വേണ്ടി വിവാഹിതയാകുന്ന സഭയ മണവാട്ടി ശുഭ്രവസ്ത്രവുമായി ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കും. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാൻ ഈ പറയുന്ന രണ്ടും. ആദ്യമേ ഈ പോയിന്റ് ഞാൻ കണ്ട അന്ന് തീരുമാനിച്ചു, ലൂസിഫറിൻ്റെ കല്യാണം കളിക്കാൻ ഞാനില്ല. എൻ്റെ വിളി അതല്ല. ലൂസിഫറിൻ്റെ കല്യാണത്തിന് അഭിനയിക്കാൻ ഞാനില്ല, എൻ്റെ വിളി അതല്ല. ഞാൻ യേശുവിൻ്റെ വിശുദ്ധ വിവാഹത്തെ ചിത്രീകരിക്കുവാൻ വിളിക്കപ്പെട്ടവനാകയാൽ മറ്റേതിന് ഞാൻ വരത്തില്ല. എനിക്കത് ഒരുപാട് പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങുക. സങ്കീർത്തനങ്ങൾ 8 പറയുന്നു, ദൈവമേ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ നീ ചിന്തിക്കേണ്ടതിന് അവൻ എന്തു മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ആ വാക്യം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാമോ? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി. ഇംഗ്ലീഷിലെ വാക്യം വേണം, അതുകൊണ്ടാണ്. നീ അവനെ ദൈവത്തെക്കാൾ, സങ്കീർത്തനം 8 ഇംഗ്ലീഷ് വേണം. Okay. You have made him a little lower than the angels. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. തർജ്ജിമ പെശഹ, ദൂതനെ സൃഷ്ടിച്ചതിനേക്കാൾ അല്പം താഴെയാണ് ഇവനെ സൃഷ്ടിച്ചത്. 8-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. സൃഷ്ടിയിൽ അല്പം മാത്രം അവൻ ദൂതനേക്കാൾ താഴെയാ. എന്തുകൊണ്ട്? ദൂതൻ അഹങ്കരിച്ചത് നിനക്ക് വരല്ല്. ദൂതൻ അഹങ്കരിച്ചത് നിനക്ക് വരരുത്. ലൂസിഫറിന്റെ വീഴ്ചയുടെ കാരണം നമ്മൾ കണ്ടത്. ഇതോടെ ഞാൻ നിർത്താൻ പോവാണ്. മേ ബി 10 മിനിറ്റ്. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാതെ പോയാൽ പിന്നെ ആദ്യമായിട്ട് തുടങ്ങേണ്ടി വരും. സോ ലെറ്റ് മീ കംപ്ലീറ്റ്. എനിക്ക് തോന്നുന്നത് തീർത്തും പ്രയോജനപ്പെടുന്നുണ്ടോ ഇത് സഹോദരിമാരുടെ ഇടയിൽ? കംപ്ലീറ്റ്ലി പ്രയോജനപ്പെടുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നവരുടെ കൈ ഒന്ന് കണ്ടോട്ടെ.
ഉണ്ട്, കൈതാത്തിട്ടു. സഹോദരന്മാരുടെ ഇടയിലും കംപ്ലീറ്റ്ലി പ്രയോജനപ്പെടുന്നുണ്ട്. സ്തോത്രം. 10 മിനിറ്റ് കൊണ്ട്, എനിക്ക് 10-12 മിനിറ്റ് കൊണ്ട് ഈ ഒരു ചാപ്റ്റർ അങ്ങ് തീരും. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. ദൂതന്മാരുടെ സൃഷ്ടിയിൽ പ്രത്യേകിച്ചും ലൂസിഫർ സകലവിധ രത്നങ്ങൾ കൊണ്ടും മൂടി. അവൻ എങ്ങനെ വീണു? ഒന്ന്, അവൻ സ്വർഗത്തിൽ കയറും. അവനെ താഴോട്ട് ഓൾറെഡി താത്തതാ. അവൻ പറഞ്ഞു, എന്നെ ഇപ്പം താത്തത് കൊണ്ടൊന്നും ഞാൻ ഇരിക്കുകയില്ല, ഈ ശിക്ഷ കൊണ്ട് ഞാൻ നന്നാകുകയില്ല. ശിക്ഷ കൊണ്ട് നന്നാകുന്നവരുണ്ട്, ശിക്ഷ കൊണ്ട് നന്നാകാത്തവരുണ്ട്. ഇവൻ പറഞ്ഞു, ഈ ശിക്ഷ കൊണ്ടൊന്നും ഞാൻ മാറാൻ പോകുന്നില്ല, ഞാൻ തിരിച്ചു കയറും. സ്പിരിറ്റ് ഓഫ് റിബലിയൻ, ഞാൻ തിരിച്ചു കയറും. നമ്മുടെ അകത്തുണ്ടോ റിബലിയൻ? എനിക്കുണ്ട്. ഇല്ലാത്തവർക്കായി സ്തോത്രം. എനിക്കുണ്ട്. ഞാൻ തിരിച്ചു കയറും. തമ്പുരാൻ പറഞ്ഞ എന്നാ വാ കാണാം. തന്നിടത്ത് പോലും നിന്നെ നിർത്തുന്നില്ല, എടുത്ത് കളയുക. യെശയ്യാവ് 14 പറഞ്ഞു, നിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചു. 12 അതോ 28 എസെക്കിയേൽ 28 യെശയ്യാവ് 12 14? യെശയ്യാവ് 14:12 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ സ്വർഗത്തിൽ കയറുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് യെസെക്കിയേൽ 28 നിന്റെ സൗന്ദര്യം നിന്നെ ചതിച്ചു, നിന്റെ അറിവ് നിന്നെ ചതിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. അതെവിടെ ഒന്നെടുത്തേ പ്ലീസ്. ഒന്നിൽ യെശയ്യാവ് 14 അല്ലെങ്കിൽ യെസെക്കിയേൽ 28. യെസെക്കിയേൽ 28 ഒന്ന് വായിച്ച വാക്യങ്ങൾ. എത്രാമത്തെ വാക്യമാണ്? എന്തൊക്കെയാണ് ഇവനെ ചതിച്ചതെന്ന്. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ഞാൻ മുഴുവൻ വായിക്കാതെ ആ ഒരു വാക്യമാണ് എനിക്ക് വേണ്ടത്. എത്രാമത്തെ വാക്യം അത്? നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ സൗന്ദര്യം നിമിത്തം അഹങ്കാരം. സൗന്ദര്യം, അഹങ്കാരം. പിന്നെ നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. നിന്റെ പ്രഭ, നിന്റെ ജ്ഞാനം. മതി. നിന്റെ സൗന്ദര്യം, നിന്റെ അഹങ്കാരം, നിന്റെ പ്രഭ, നിന്റെ ജ്ഞാനം. ഈ 4 കാരണങ്ങളാൽ നീ വീണു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. പക്ഷെ വൃത്തികെട്ട ഒരു സ്വരൂപത്തെ കൊണ്ട് നടക്കുവാൻ ദൈവം താല്പര്യപ്പെടാഞ്ഞതിനാൽ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് അവനെ മൂടി. ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് മൂടപ്പെട്ട മനുഷ്യൻ. കിട്ടിയോ? ഓക്കെ. ദൈവത്തിൻ്റെ നമുക്കിത് അതും കൂടെ അടുത്തൊരു ദിവസം ചാർട്ട് ഫോമിൽ ഉണ്ടാക്കാം. മോനെ, താങ്ക് യു സോ മച്ച്. ഇതെല്ലാം നാസയുടെ സോളാർ സിസ്റ്റത്തെക്കുറിച്ചുള്ള 100% തെറ്റാത്ത ശാസ്ത്രീയ റിപ്പോർട്ടുകൾ അവർ പരസ്യപ്പെടുത്തിയിരിക്കുന്നതെന്ന് എടുക്കുക. ദൈവം നമുക്ക് ഇത്രയൊക്കെ ഫെസിലിറ്റി തന്നേകൊണ്ട് സ്തോത്രം. ഓക്കെ. ഇവൻ്റെ പ്രഭ, ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചേച്ച് വൃത്തികെട്ട് നടക്കാൻ ദൈവം ആഗ്രഹിക്കാഞ്ഞതിനാൽ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് മൂടി. നമ്മൾ ഒറ്റയാളും വൃത്തികെട്ട് നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, പകരം ദൈവ തേജസ്സിനാൽ കവർ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ വസ്ത്രം ധരിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു. യോഗ്യമായ വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. ഷോയല്ല, യോഗ്യമായ വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. ലൂസിഫറിന് പറ്റരുത്, എന്നാൽ എനിക്ക് നിന്നെ ചൊവ്വെ കാണുകയും വേണം. അപ്പം ലൂസിഫറിന് പറ്റിയ അബദ്ധം എന്നാ നന്നായി അറിയാവുന്ന ലൂസിഫർ അവൻ്റെ അണ്ടർ ദ നോസ്, അവൻ്റെ മൂക്കിൻ്റെ കീഴിലാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ച് ഇതേ സ്ഥലത്താക്കിയിരിക്കുന്നത്. ഞാൻ നാളെ തൊടേണ്ട ഒരു ഭാഗം, അല്ലെ ഇന്ന് രാത്രി തൊടാൻ പോകുന്ന ഒരു ഭാഗം ഒന്ന് കയറ്റി പറയാൻ പോവാം. ലൂസിഫറിനെ താമസിപ്പിച്ചിരുന്നപ്പോൾ ദൈവം ഇവിടെ ഒരു ഏദൻ തോട്ടം പണിത് അതിനകത്ത് അവനെ താമസിപ്പിച്ചിരുന്നത്. ഈ ഭൂമിയെ നശിപ്പിച്ച ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ദൈവം വീണ്ടും ഒരു ഏദൻ തോട്ടം ഉണ്ടാക്കി, അതിനകത്ത് മനുഷ്യനെ ആക്കിയത്. അവൻ നോക്കിയപ്പോൾ പണ്ട് എനിക്ക് തന്നിരുന്ന അതേ സൗകര്യങ്ങൾ ഇപ്പം തന്റെ മനുഷ്യന് കൊടുത്തിരിക്കുന്നു. ഞാൻ ആരുടെ മുഖത്ത് നോക്കാതൊരു കാര്യം പറയാം. പറയാൻ പോകുന്ന കാര്യം ഭയങ്കരം, അതുകൊണ്ടാണ്. എവിടെ വെച്ചാന്ന് ഞാൻ ഓർക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ വന്ന ആരും ഒരു സഹോദരി എന്നോട് ഒരിക്കലേ ഒരാൾ ഒരു സ്ത്രീ ഇത്ര ദിവസിക്കകം മരിക്കണമെന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ വന്ന് പറഞ്ഞു. എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇപ്പോൾ അവരുടെ കൂടെ താമസമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആരുടെ മുഖത്ത് നോക്കാതെ ഞാനത് പറയാം. അങ്ങനെ ഒരു അനുഭവം ഒരു സ്ത്രീക്കുണ്ടായാൽ ഞാൻ അവരെ കുറ്റം പറയത്തില്ല.
എൻ്റെ ഭർത്താവ് പണ്ട് എൻ്റെ കൂടെ ആയിരുന്നു, അല്ലെ എൻ്റെ ഭർത്താവാണ്, ഞങ്ങൾ ഒരുമിച്ച് നന്നായി ജീവിച്ചു വന്നു. ഇതിനിടയ്ക്ക് ഒരു സ്ത്രീ കയറി. എൻ്റെ ഭർത്താവ് ഇപ്പോൾ അവരുടെ കൂടെ താമസം. അതുകൊണ്ട് ഇത്ര ദിവസത്തേക്ക് സ്ത്രീ മരിക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ അതിന് പ്രാർത്ഥിച്ചില്ല. ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ നിങ്ങളുടെ ഭർത്താവ് മരിക്കാൻ പ്രാർത്ഥിച്ചുകൂടെ? ഇല്ല, അത് അയാളുടെ ആ പെണ്ണിൻ്റെ തകരാറാത്. ഭർത്താവിനെ എനിക്ക് തിരിച്ചു വേണം. ഞാൻ അവളെ കുറ്റം പറയത്തില്ല. എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളിനെ, ഇവിടെ ഉള്ള ആളൊന്നും അല്ല കേട്ടോ, ഇവിടെയുള്ള ആളൊന്നും അല്ല. എവിടെ വെച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആ സ്ത്രീയെ കുറ്റം പറയത്തില്ല. കാരണം അവൾ ആയിരുന്ന സ്ഥാനം അപഹരിച്ചു കളഞ്ഞ വ്യക്തിയോട് അവൾക്ക് വൈരാഗ്യം ഉണ്ടാവും, നിശ്ചയം. ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കടം വാങ്ങിച്ചെന്നിരിക്കട്ടെ കൂടി ബാങ്കുകാർ എൻ്റെ വീട് ജപ്തി ചെയ്തു. എൻ്റെ വീട് ജപ്തി ചെയ്ത് എന്നെ ഇറക്കി വിട്ടേച്ച് നിങ്ങളിൽ ഒരാളെ വീട് കയറി വാങ്ങിച്ചാൽ എനിക്ക് നിങ്ങളോട് അറിയാതെ വൈരാഗ്യം വരും. കാര്യം എനിക്ക് താമസിക്കാൻ ഞാൻ പണിത വീട്, ഞാൻ കടം കൊടുത്ത് തീർക്കാഞ്ഞിട്ട് ഇറക്കി വിട്ട് അതൊക്കെ വേറെ കാര്യം. പക്ഷെ നിങ്ങളവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഇതാ ലൂസിഫറിന് പറ്റിയത്. അവന് വേണ്ടി ഉണ്ടാക്കിയ ഭൂമി അവന് കൊള്ളുകയില്ലാത്ത ഷേപ്പിൽ, നമുക്കുള്ള ഷേപ്പിൽ മാറ്റിയെടുത്ത് അതിനകത്തോട്ട് നമ്മളെ സൃഷ്ടിച്ചതാക്കി ദിവസം തോറും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് തേജസ്സിൽ നടക്കുന്ന മനുഷ്യനുമായി ബന്ധപ്പെട്ടത് ലൂസിഫറിന് സഹിക്കാൻ വയ്യാതായി. എന്ന് പറഞ്ഞ് ഞാൻ ഈ മനുഷ്യനെ തെറ്റിക്കും. ആ മനുഷ്യനെ തെറ്റിക്കുവാൻ വേണ്ടി ലൂസിഫർ വന്നു. അവൻ അപാര ജ്ഞാനമുള്ളവനാ. എന്തോ ചെയ്താൽ ഒക്കുമെന്നവൻ അറിയാം. അവൻ ആ ഷേപ്പിൽ ചെയ്തു. ഒന്ന്, അവനൊരു സ്ത്രീയുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നേച്ച് ഒരു പഴം കാണിച്ചു. സ്ത്രീ പഴം നോക്കിയേച്ച് കാണാൻ ഭംഗിയുള്ളത്. ഇപ്പം വീണ പോയിന്റ് ഏതാ? സൗന്ദര്യം. ലൂസിഫർ പോയത് സൗന്ദര്യത്തില്ല. ഇവിടെ നോക്ക്, സൗന്ദര്യം. സ്ത്രീ സൗന്ദര്യ പ്രൊഫൈലായി. സൗന്ദര്യബോധം നല്ലതാണെങ്കിലും കൂടിപ്പോവല്ലേ, ലൂസിഫറിൻ്റെ കൂടെ ഇരിക്കും. കൂടിപ്പോയാൽ വേണം. ദൈവം വൃത്തികേടായിട്ടല്ല സൃഷ്ടിച്ച് വിട്ടത്, തേജസ് അണിയിച്ച വിട്ടത്. ബി ബാലൻസ്ഡ്. മുടിയും ചെയ്യാതെ, മുടി വെട്ടാതെ. എൻ്റെ ദൈവമേ, ചിലതിനെയൊക്കെ കാണുമ്പോൾ നെഞ്ചത്തിടിച്ച് കരഞ്ഞാലോ എന്നങ്ങ് തോന്നിപ്പോയി. എനിക്ക് പണി അറിയാൻ വയ്യാത്തണ്ട് എല്ലാം ചെയ്തേനെ. മുടിയും വെട്ടാതെ, പറഞ്ഞു കീറിയ വസ്ത്രവും ഇട്ട്, പേക്കോലം കെട്ടി നടക്കുന്നതിനെ കണ്ടാൽ സങ്കടം തോന്നും. അങ്ങനെ നടക്കാൻ നമ്പരൻ ആവശ്യപ്പെട്ടില്ല. സൗന്ദര്യബോധം കൂടിപ്പോകരുത്. നിശ്ചയമായിട്ടും അത് വേണം, യോഗ്യമായ അളവിൽ. എനിക്കൊന്ന് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ മടങ്ങി വരുവാനുള്ള ദൈവവചന തെളിവുകൾ ഫണ്ടമെൻ്റൽ ബേസ് ചെയ്യുന്ന പഠിപ്പിക്കുക. ഫണ്ടമെൻ്റൽ ബേസ് ചെയ്യുന്ന പഠിപ്പിക്കുക. സ്ത്രീയെ ഫലം കാണിച്ചു, കാണാൻ ഭംഗിയുള്ളത്. രണ്ട്, തിന്നുവാൻ കൊള്ളാവുന്നത്. ഭക്ഷണത്തെക്കുറിച്ചുള്ള ഭ്രമം. അത് ലൂസിഫറിനുണ്ടായിരുന്നതായിട്ടും തെളിവില്ല. ഉണ്ടായിരിക്കും, അല്ലേ പിന്നെ എങ്ങനെ അവനതോടെ കാണിച്ചു വെച്ചാൽ ഇവിടെ? തീറ്റിപ്രിയനായിരുന്നിരിക്കാം. എനിവേ ഗ്ലട്ടമി അത്ര ശരിയല്ലെന്നാ ബൈബിളിലെല്ലാം എഴുതിയിരിക്കുന്നത്. അവൻ തീറ്റിപ്രിയനായിരുന്നിരിക്കാം. ആരായിരുന്നു? DL മൂടി വല്ലതും ചൊവ്വയെ കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിന് നല്ല വയറായിരുന്നു, എന്നെക്കാളും. DL മൂടി. അദ്ദേഹം ആദ്യത്തെ പ്രസംഗത്തിന് വേണ്ടി ലണ്ടനിൽ വരുമ്പോൾ, മറ്റേ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അതിഭയങ്കരമായി പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ ലണ്ടനിലുണ്ട്. അയാളെ ഒന്ന് അടുത്ത് കാണണമെന്നൊക്കെ മൂടിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. മൂടി ലണ്ടനിൽ വരുമ്പോഴാണ് ഭയങ്കര പ്രസംഗത്തിനെ കണ്ട് അയാളുടെ കയ്യിൽ ഒരു സിഗരറ്റും ഉണ്ടായിരുന്നു. ഓരോന്നിൻ്റെ ഓരോ കൾച്ചറാണ്. ഷെയ്ക്കാൻഡ് കൊടുക്കാൻ വേണ്ടി ഇടത്തെ കൈ സിഗരറ്റും പിടിച്ച് വലത്തെ കൈ കൊണ്ട് മൂടിക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കാൻ ചെന്നപ്പോൾ പുള്ളി ഇഞ്ഞു മാറി. DL മൂടി എന്തുവാ, ഹോളിനെസ് ഗ്രൂപ്പിൽ നിന്ന് വരുന്നതാ. കൈ കൊടുക്കാതെ ഇഞ്ഞു മാറി ഉടനെ വലിയ പ്രസംഗം ചോദിച്ചു, മൂടി എന്താ പോന്നേ? പിന്നെ അദ്ദേഹം പറഞ്ഞ ഇടത്ത് കൈയിലോട്ട് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു, ഇതെന്തുവാന്ന് ചോദിച്ചു. ദാറ്റ്സ് മൈ സിഗർ, അതെൻ്റെ സിഗരറ്റ്. അദ്ദേഹം പറഞ്ഞു, വി കൺസിഡർ ഇറ്റ് സിൻ. DL മൂടിയുടെ വാചകമാണ്. ഇത് പാപമാണെന്ന് ഞങ്ങൾ പരിഗണിക്കുന്നു. വന്ന മനുഷ്യൻ മൂടിയുടെ കൊടവേറയിലോട്ട് തട്ടിയേച്ച് പറഞ്ഞു, അമിത ഭക്ഷണം പാപമാണെന്ന് ഞങ്ങളും കരുതുന്നു.
നടന്ന ചരിത്രം. മൂടിയുടെ DL മൂടിയുടെ ലൈഫ് ഹിസ്റ്ററിക്കകത്ത് കിടപ്പുണ്ട്. ഞാൻ അത് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയാം കേട്ടോ. നമ്മുടെ ആരുടെയും തുടക്കം വിശുദ്ധിയിലൊന്നും അല്ലായിരുന്നു. കുക്ക് സാഹിബ്, റോബർട്ട് കുക്ക് എന്ന കർത്താവിൻ്റെ ദാസൻ കേരളത്തിൽ വന്ന് പെന്തക്കോസ്തിൻ്റെ ഉപദേശം ആരംഭത്തിങ്കൽ പ്രസംഗിച്ചു. റോബർട്ട് കുക്കിന് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുവാൻ വിദ്യാഭ്യാസമുള്ള ഒരു മലയാളി ക്രിസ്ത്യാനി ഇല്ലായിരുന്നു. ഐ റിപ്പീറ്റ്, റോബർട്ട് കുക്കിന്, പെന്തക്കോസ്തുകാരൻ, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് സായിപ്പിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്യാൻ കൊള്ളാവുന്ന വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ ഇല്ലായിരുന്നു ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ. അതിന് റോബർട്ട് കുക്ക് ഒരു ഹൈന്ദവനെ വാടകയ്ക്ക് എടുത്ത പ്രസംഗം തർജ്ജമ ചെയ്യിച്ചേ. ഒരു ക്രിസ്ത്യാനിയുടെ പ്രസംഗം തർജ്ജമ ചെയ്യാൻ ഒരു ഹൈന്ദവൻ എങ്ങനെ കഴിയും? റോബർട്ട് കുക്ക് എന്നെങ്കിലും എൻ്റെ ബൈബിൾ പറയുന്നു എന്ന് പ്രഖ്യാപിച്ചയിടത്ത് അയാൾ പറഞ്ഞ സായിപ്പിൻ്റെ ബൈബിൾ പറയുന്നു എന്നാണ്. അത്രേ ഉള്ളൂ. എൻ്റെ ദൈവം പറയുന്നു എന്ന് റോബർട്ട് കുക്ക് പ്രസംഗിച്ചത് സായിപ്പിൻ്റെ ദൈവം പറയുന്നെന്നാണ് മറ്റവൻ തർജ്ജമ ചെയ്തത്. കാര്യം അവൻ്റെ ദൈവം അല്ല, അവൻ്റെ ബൈബിളും അല്ല. പിന്നെ എന്തിനാ വന്നതെന്നറിയാവോ? കള്ളു കുടിക്കാൻ പൈസയ്ക്ക്. അങ്ങേര് ചാരായം കുടിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് റോബർട്ട് കുക്ക് തർജ്ജമയ്ക്ക് വിളിച്ചവൻ. ചാരായം കുടിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. ചാരായം കുടി കാരണം ഇവനെ വീട്ടുകാർ ഇറക്കി വിട്ടതാണ്. പക്ഷെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് റോബർട്ട് കുക്കിനോട് പറഞ്ഞ സുന്ദരമായി മലയാളത്തിലേക്ക് നീ പറയുന്നത് തർജ്ജമ ചെയ്തു തരാം, വൈകുന്നേരം ചാരായം കുടിക്കാൻ കാശ് തരണം. റോബർട്ട് കുക്ക് പറഞ്ഞു തരാം. വേണ്ടേ? വേണം. ഒരു ദിവസം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. എടാ, എനിക്ക് നിരക്കാത്തതും എനിക്കിഷ്ടമല്ലാത്തതും എൻ്റെ മതത്തിന് നിരക്കാത്തത് എൻ്റെ വാ കൊണ്ട് വിളിച്ചു പറയുക. രണ്ടാമത്തെ ദിവസം ആ മനുഷ്യൻ പറഞ്ഞു, ചാരായം കുടിച്ചേച്ചാണേ വരാൻ, ബോധം കാണത്തില്ല, സുബോധത്തോടെ പറയാൻ പറ്റുകയെന്ന് പറഞ്ഞു. റോബർട്ട് കുക്ക് അഡ്വാൻസ് പൈസ കൊടുത്തുകൊണ്ട് കുടിച്ചേച്ച് വരാൻ പറഞ്ഞു. കുടിച്ചേച്ച് എന്നു ആരായിരുന്നു എന്നോട് അത് ദൃക്സാക്ഷി വിശദീകരണം പറഞ്ഞത്? നമ്മുടെ ചർച്ച വന്ന് പ്രസംഗിച്ചിട്ടുള്ളൊരു കർത്താവിൻ്റെ ദാസന. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. പാസ്റ്റർ കെ വി ജോൺസൺ എന്നോട് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം കണ്ടിട്ടുണ്ട്. കുക്ക് സാഹിബ് കേരളത്തിൻ്റെ തെരുക്കളിൽ നിന്ന് പ്രസംഗിക്കുന്നതും മറ്റേ മനുഷ്യൻ തർജ്ജമ ചെയ്യുന്നതും. ഇവൻ മൂക്കറ്റം കുടിച്ചേച്ചേ വരത്തുള്ളൂ. പ്രസംഗം പറയുമ്പോൾ ഇവൻ ആടി വീഴാൻ പോവാ. അതിന് റോബർട്ട് കുക്ക് ചെയ്തത് ഒരു കൈ കൊണ്ട് ബൈബിളും പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇവൻ താഴെ പോകാതെ ഇവൻ്റെ ബെൽറ്റേലും പിടിച്ച് നിർത്തിക്കൊണ്ടാണ് പ്രസംഗിച്ചത്. ഉള്ളതിൽ നിന്ന് ആരംഭിച്ചു. ഇന്ന് അഭ്യസ്ത വിദ്യരെ ഒരുക്കിയെടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. അതുകൊണ്ട് എല്ലാ കാലത്തും ചാരായം കുടിക്കുന്നതിനെ കൊണ്ട് പ്രസംഗം തേറ്റ് പറയിപ്പിക്കുന്നൊന്നും അല്ല പറഞ്ഞത്. ഇന്ന് കിട്ടാവുന്നതിലേക്ക് നല്ലവനെ മാത്രമേ എടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഈ ആശയം? ആരും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ കിട്ടിയവനെ ഉപയോഗിക്കും. ഓസ്ട്രിയ എന്ന രാജ്യത്ത് കേഴ്സ് ബ്രേക്കിങ്ങിന് വേണ്ടി പോകാൻ എന്നെ ഒരിക്കൽ ഒരു സായിപ്പ് വിളിച്ചാരായിരുന്നു. നിന്റെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? വെയ്ഡ് എന്ന് പറയുന്ന ഒരു മിഷണറി. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഓസ്ട്രിയയിൽ ഒന്ന് വരണം ടു ബ്രേക്ക് ദ കേഴ്സ്. ഞാൻ ഓസ്ട്രിയയിൽ കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ ചെയ്തു. ഒരു പെന്തക്കോസ്റ്റൽ ചർച്ച് വിയനയിലുണ്ട്. 350ഓളം മെമ്പേഴ്സ് ഉണ്ട്. അതെല്ലാം വിദേശികൾ മാത്രം കൂടി അവിടെ ആരാധിക്കുക. ഓസ്ട്രിയയുടെ ആളുകളുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല. ഓസ്ട്രിയക്കാർക്ക് വേണ്ടി ആകെ ഒറ്റ പെന്തക്കോസ്റ്റ് ചർച്ചേ ഉള്ളൂ. അവിടെ ചെല്ലാൻ എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ പോയി. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ വെയ്ഡ് എന്നോട് പറഞ്ഞു, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ലഞ്ച് കഴിക്കാൻ വേണ്ടി വെയ്ഡ് എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അവിടുത്തെ ലോക്കൽ പാസ്റ്റർ ഇറങ്ങി വരുന്നത്. നോ, നിങ്ങൾ എൻ്റെ കൂടെ ലഞ്ച് കഴിക്കണം. ശരിയല്ലേ? അവിടുത്തെ ലോക്കൽ പാസ്റ്റർ വന്ന് ലഞ്ച് കഴിക്കാൻ വിളിച്ചാൽ പോകണ്ടേ? ഞാൻ തന്നെ പരസ്യമായിട്ട് പറയുക. ആ മനുഷ്യൻ ലഞ്ച് കഴിക്കാൻ വിളിക്കുകയും വെയ്ഡിനെ ആകെ വേർത്തു. ഓക്കലഹോമക്കാരൻ, അസംബ്ലീസ് ഓഫ് ഗോഡിലെ മിഷണറിയാ വെയ്ഡിനെ ആകെ വേർത്തു. പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അവൻ നിർബന്ധിക്കുകയാണ്. അയാളുടെ ചർച്ചിൽ പ്രസംഗിച്ച അയാളുടെ കൂടെ ലഞ്ച് കഴിക്കാൻ ചെല്ലത്തില്ലെന്ന് ഇങ്ങനെ പറയുന്നത്. പിന്നെയും പ്രസംഗിക്കേണ്ടതാ വൈകിട്ട്. വെയ്ഡ് എന്നോട് പറഞ്ഞു, വർഗീസേ, ഒരു കാര്യമുണ്ട്, എന്നോട് ക്ഷമിക്കണം, നമുക്ക് അവൻ്റെ കൂടെ പോയേ പറ്റൂ. നീ ഇപ്പം ചില കാര്യങ്ങൾ കാണാൻ പോകുകയാ, ഒരക്ഷരം പറയരുത്. ഞാൻ കാണിക്കുന്ന പോലെ നീ കാണിച്ചോണം, ഒരക്ഷരം പറയരുത്. നീ ചില കാര്യങ്ങൾ കാണാൻ പോവുക. ഇത്രയും പറഞ്ഞ ചായയുടെ കൂടെ കറി അവിടെ നിന്ന് എന്നോട് പറയുന്നത് മിണ്ടരുത്. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തോണം. ഇയാളെന്നൊക്കെ ചെയ്യുന്നത് ഞാൻ നോക്കിയിരിക്കുക. ഹോട്ടലിൽ ഞങ്ങൾ ചെന്ന് കയറി. അവിടുത്തെ വൈൻ സപ്ലൈ ചെയ്യുന്ന പെൺപിള്ളേർ വന്നു. ഏത് വൈനാ വേണ്ടത്? ആ ചർച്ചിൻ്റെ പാസ്റ്റർ സ്ട്രോങ് വൈൻസ് ഓർഡർ ചെയ്തു. ഞാൻ വെയ്ഡിനെ പിച്ചി. ഞാൻ പറഞ്ഞു, ഞാനില്ല, ഛർദ്ദിക്കും, എനിക്കൊക്കെയില്ല. വെയ്ഡ് പറഞ്ഞു, ഞാനും എടുക്കത്തില്ല, നീ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട.
അപ്പം വെയ്ഡ് ഞങ്ങളുടെ രണ്ടുപേരുടെ സൈഡിൽ ഒരു ലൈൻ വരച്ച് കാണിച്ചു, അപ്പുറത്തെ ആകാവുന്നു. പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സഭാ സെക്രട്ടറി മിടുക്കന്മാരെല്ലാം ഉണ്ട്. ഞങ്ങൾ രണ്ടുപേര് കള്ളു കുടിച്ചില്ല. ഇനി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇവൻ്റെ ചർച്ചിൽ അതിനും പ്രസംഗിക്കാൻ പോവോ? വെയ്ഡ് എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഈ തലമുറയിൽ ഓസ്ട്രിയയിൽ കള്ളു കുടിക്കാത്ത ഒരുത്തനില്ല. അടുത്ത തലമുറയിലും രക്ഷിക്കണോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അടുത്ത തലമുറയിലും രക്ഷിക്കണോ? ഇവനില്ലാതെ നമുക്കിതിനകത്ത് എൻട്രി ഇല്ല. ഇവിടെ ഇരുന്നുകൊണ്ട് 2 വിശുദ്ധന്മാരെ ഉണ്ടാക്കണം. അതിനാ കേഴ്സ് ബ്രേക്ക് എന്ന് നീ വരാൻ പറഞ്ഞത്. ഈ തലമുറയിൽ മദ്യപിക്കാത്ത ഒരുത്തൻ ഇല്ല രാജ്യത്ത്. ഇതിങ്ങനെ തുടരണോ? അടുത്ത തലമുറയിലും ഒന്നിനെ വേണോ? വേണമെങ്കിൽ നമ്മളിത് സഹിച്ചേ പറ്റൂ. നമ്മളിത് അംഗീകരിക്കുന്നില്ല, ഇത് അരുതെന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു എൻട്രി വേണോ? ഇതിനകത്തിരുന്നുകൊണ്ട് അടുത്ത വിശുദ്ധനെ ഉണ്ടാക്കണം. മനസ്സിലാകുന്നുണ്ടല്ലേ? ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തെറ്റിന്റെ ഇടയ്ക്കായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ദൈവം ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. പലയിടത്തും പലതിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെന്ന് വരും. കോംപ്രമൈസ് അല്ലത്, അല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റാ. ഇന്ന് ഇതല്ലാതെ നിവൃത്തിയില്ല. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുക. പക്ഷെ നമ്മുടെ എയിം ഇതല്ല. നമ്മുടെ എയിം ക്രിസ്തീയ പെർഫെക്ഷനാ. ക്രിസ്തീയ പെർഫെക്ഷനാ. ഓൾ റൈറ്റ്. ലൂസിഫർ പാമ്പിന്റെ വേഷത്തിൽ സ്ത്രീയെ സമീപിച്ചു, ഔവയെ സമീപിച്ചു. കാണാൻ ഭംഗിയുള്ളത്, തിന്നാൻ കൊള്ളാം, തിന്നാൻ കൊള്ളാം. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇവനും തീറ്റിപ്രിയനായിരുന്നിരിക്കും. തീറ്റിയും കൂടിയല്ലേ അവന് കാണും. 3, ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യം. ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യം. ഇവൻ വീണത് അവിടെ കൊണ്ടാ, ഇവന്റെ അറിവ്. ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യം. അടുത്തത്, നീ ദൈവത്തെ പോലെ ആകും, സ്വർഗാദി സ്വർഗത്തിലോട്ട് പോയിക്കോളാൻ. ഉപയോഗിച്ച വാചകങ്ങൾ കട്ടിയാ. തേജസ്സിനെ കുറിച്ച് ഒരു അക്ഷരം പോലും നല്ല കാലത്തിന് അവൻ പറഞ്ഞില്ല. ഔവ പറിച്ചു തിന്നു, ആദാമിനും കൊടുത്തു, തേജസ് അങ്ങ് തന്നെ പോയി. ഇപ്പോൾ ലൂസിഫറിനെ പോലെ ഇവരുമായി. ദൈവത്തിന് വരെ ന്യായീകരിക്കാൻ ഒന്നുമില്ല. അവന് സൗന്ദര്യഭ്രമമായിരുന്നു, ഇവർക്കും സൗന്ദര്യഭ്രമം. അവന് തീറ്റിക്കൊതിയായിരുന്നു, ഇവർക്കും തീറ്റിക്കൊതിയ. പിന്നെ അവന് ദൈവത്തെ പോലെ ആകണമായിരുന്നു, ഇവർക്കും ദൈവത്തെ പോലെ ആകണം. അവന് ബുദ്ധിയുടെ ജ്ഞാനമുണ്ടായിരുന്നു, ഇവക്കും അതാ വേണ്ടത്. ഏതിനെയാ മാറ്റി നിർത്തുക? അബ്രാം പറഞ്ഞു, ഔട്ട്, ഔട്ട്, തോട്ടത്തിൽ നിന്നും പുറത്ത്. പക്ഷേ ലോകസ്ഥാപനത്തിങ്കൽ കുരലിറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനെ കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ ഇവന് വേണ്ടി ഭൂമി ഉണ്ടാക്കുന്നതിന് മുന്നമേ ഒരു കുഞ്ഞാട് അറുക്കപ്പെടാൻ തീരുമാനിച്ചു. ഇവിടെ ഞാൻ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയുടെ ഏറ്റവും ഗൗരവത്തിലേക്ക് ഇറങ്ങുക. എന്നെ എവിടെല്ലാം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടാൽ ലൂസിഫർ അതിന്റെ നന്മ അംഗീകരിക്കയില്ല, മനുഷ്യൻ അംഗീകരിക്കും. ഇന്ന് പകൽ 2 ഗ്രൂപ്പായി ആളുകളെ തിരിക്കാം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താലുള്ള വിടുതൽ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും. ലൂസിഫർ നിനക്ക് വേണ്ടി ഭൂമി സൃഷ്ടിക്കുന്നതിന് മുന്നമേ കുഞ്ഞാട് കുരലിറക്കപ്പെട്ടു. നീ അത് അംഗീകരിച്ചില്ല. എന്നാൽ ആദമും ഹവ്വയും അത് അംഗീകരിച്ചു. ആട്ടിൻകുട്ടിയുടെ തോലുടുത്തുകൊണ്ട് അവരേതെന്റെ വെളിയിലേക്ക് മാറി. ഇന്ന് പകൽ കൃപയിൽ കവർ ചെയ്യപ്പെട്ടവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വിടുവിക്കപ്പെട്ടു. ഞാൻ ഒരുപാട് ഏരിയ കവർ ചെയ്തു. എനിക്കൊന്ന് പിക്ചോറിയൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ലോകസ്ഥാപനത്തിങ്കൽ കുരലിറക്കപ്പെട്ട കുഞ്ഞാണ് തൻ്റെ മരണത്താൽ തൻ്റെ പ്രമാണത്തിലും വ്യവസ്ഥയിലും നമ്മളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നാം വരുമോ അതോ ലൂസിഫർ തള്ളിയതുപോലെ തള്ളുമോ? അവന്മാരങ്ങനൊക്കെ പറയും, അവരങ്ങനൊക്കെ പറയും. ഞാൻ മറക്കാത്ത ഒരു സംഭവമുണ്ട്. നമ്മുടെ ചർച്ചിനകത്തൊരു ഭക്തനുണ്ടായിരുന്നു, പ്രവചനമൊക്കെ പറയുമായിരുന്നു. ഒരു ദിവസം സമയമില്ലാത്ത ഒരു സമയത്ത് സാക്ഷി പറയാനായിട്ട് ഒരാൾക്ക് പെർമിഷൻ ചോദിച്ചു. ആ പുള്ളിക്ക് വലിയ സാക്ഷിയൊന്നും ഇല്ലെന്ന് എനിക്ക് അറിയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ സാക്ഷ്യമില്ലാത്ത മനുഷ്യനെന്നല്ല, എടുത്തു പറയത്തക്കോലെ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. ഈ എടുത്തു പറയുന്ന സാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ പാസ്റ്റർ KV ജോൺസന്റെ മോൻ ജോൺ ജോൺസൺ, മോനെ ഉണ്ടെങ്കിൽ നീ കേട്ടു, നല്ലത്.
പാസ്റ്റർ ജോൺ ജോൺസൺ ഒരിക്കൽ പറഞ്ഞ ഒരു വാചക ഓർമ്മയുണ്ട്. സ്വർഗത്തിലൊരു വലിയ സഭായോഗം നടക്കുക. അപ്പോൾ പത്രോസ് അപ്പോസ്തലനാണ് അതിൻ്റെ പാസ്റ്റർ ഇൻചാർജ്. നമ്മുടെ നാട്ടിൽ നിന്ന് എന്നൊരു അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് സാക്ഷി പറയാൻ 1 മണിക്കൂർ വേണം. അപ്പം പത്രോസ് പറഞ്ഞു, 1 മണിക്കൂർ സാക്ഷിക്കും. പറഞ്ഞു, ഭയങ്കര ചരിത്രമാണ്, എനിക്ക് ഭയങ്കര സാക്ഷ്യം പറയാനുണ്ട്. അതിനാ എന്നതാ എത്ര 99 വെള്ളപ്പൊക്കത്തിന് ഞാൻ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയപ്പോൾ ദൈവം എന്നെ അവിടുന്ന് വിടുവിച്ച ചരിത്രമാണ്. അപ്പം പറഞ്ഞു, പത്രോസ് പറഞ്ഞു, അത് പറയാനാണ് 1 മണിക്കൂർ. നോഹ ഇവിടെ ഇരിക്കുന്നു. അങ്ങേർക്ക് 1 മിനിറ്റാ. നോഹ ഇവിടെ ഇരിക്കുന്ന അങ്ങേർക്ക് 1 മിനിറ്റാ. ഇയാൾക്ക് 99 വെള്ളപ്പൊക്കത്തിന് 1 മണിക്കൂർ. അങ്ങനെ നോഹയെപ്പോലെ സാക്ഷിയൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞല്ല, സാക്ഷ്യമില്ലാത്തവനെന്നല്ല. ഞാൻ ഒടുവിൽ ആ മനുഷ്യനോട് പറഞ്ഞു, ഒരു 2 മിനിറ്റ് കൊണ്ട്, അങ്ങേര് പറഞ്ഞ കാര്യം എല്ലാം കൂടെ 1/2 മിനിറ്റിനുള്ളതേ ഉള്ളൂ, പിന്നെ എൻ്റെ അത്രയും സ്പീഡ് കാണില്ല, അതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഭക്തൻ പറയുക, ഞാൻ കേൾക്കുന്നില്ലെന്നും കണ്ടാ പറഞ്ഞത്, പതുക്കെയാ പറഞ്ഞത്. പാസ്റ്റർമാർ അങ്ങനെയൊക്കെ പറയും, നീ എഴുന്നേക്കടാ, ഇഷ്ടമുള്ള സമയം എടുത്താൽ മതി. ദൈവകൃപയാല ഭക്തനെ തമ്പുരാൻ പുറത്ത് കളഞ്ഞേ കൊണ്ട് സ്തോത്രം. അനുസരണം കെട്ട ഭക്തൻ, പറഞ്ഞാൽ കേൾക്കാത്ത ഭക്തൻ, അവനെ തമ്പുരാൻ അങ്ങ് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം, കുരിലിറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം അംഗീകരിച്ച ആദമും ഹവ്വയും വിടുതലിൻ്റെ പ്രത്യാശയുമായി ഏദൻ്റെ പുറത്ത് ജീവിക്കാൻ തുടങ്ങി. ലൂസിഫർ ഇന്ന് നമ്മെ നശിപ്പിച്ചുകൊണ്ട് അവൻ്റെ അന്തിമ വിധി കാത്തുകൊണ്ട് നമുക്കെതിരെ ഇന്നും സഞ്ചരിക്കുക. ഈ ലൂസിഫർ മനുഷ്യനെ ഇവിടെ വീഴിച്ചു, പാപത്തിൽ അകപ്പെടുത്തി. അതിനുശേഷം അവൻ രണ്ടാമത് ചെയ്ത മേജർ കൃത്യമാണ് ഇതര ദൂത സഞ്ചയങ്ങളെ ഇറക്കി മനുഷ്യ സ്ത്രീകളെ വഷളാക്കി. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ട്, ദൈവമാക്കിയ പൊസിഷൻ ഓർക്കാതെ വാസസ്ഥലം വിട്ട് താണിറങ്ങി. ദൈവം നമുക്ക് ഏൽപ്പിച്ച പൊസിഷൻ മറക്കരുത്. തമ്പുരാൻ പറഞ്ഞു, ലൂസിഫറിനെ വിട്ട പോലെ ഇവനെ വിടരുത്. ലൂസിഫറിന്റെ ഇൻഫ്ലുവൻസിൽ അവൻ ചെയ്തതിനേക്കാൾ കട്ടിയാണ് ഇവർ ചെയ്തത്. പിടിച്ചു പൂട്ട്, മധ്യനരകത്തിലേക്ക് അവനെ മാറ്റ്. അവനെ മധ്യനരകത്തിലേക്ക് മാറ്റി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, വാഴ്ച കാത്തുകൊള്ളാതെ, ദൈവം തന്ന സ്ഥാനം സൂക്ഷിക്കാതെ താഴോട്ട് ഇറങ്ങരുത്. തമ്പുരാൻ വിടുകയില്ല, തമ്പുരാൻ വിടുകയില്ല. പറഞ്ഞൊരു ലാർജ് ഏരിയ ഞാൻ ഇന്ന് കവർ ചെയ്തു. ഇത് പ്രയോജനപ്പെടുന്നവർക്കായി സ്തോത്രം. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ഭൗതികമായി ഭയങ്കര സ്ഥാനം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്ന ചുരുക്കം ലളിതർക്കൊക്കെ അറിയാം. ഇസ് ആൻ അംബാസിഡർ. ഒരു അംബാസിഡർ ഒത്തിരി പേർക്ക് അത് അത്രയും പറയുമ്പോൾ അറിയാം. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നോർമലി എൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അദ്ദേഹം ആയിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ആ രാജ്യത്ത് ചെന്ന അന്ന് സഹോദരന്മാരോട് ചോദിച്ചു, ട്രാൻസ്ലേഷൻ ആരാ, എങ്ങനെ പാസ്റ്ററുടെ സബ്ജക്റ്റ് തന്നെ ആരെങ്കിലും ഒരാളിനെ ട്രാൻസ്ലേഷൻ വിളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നാരാണെന്നല്ല ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നോട് പറഞ്ഞു, അവൻ ഇപ്രാവശ്യം വരുമെന്ന് തോന്നുന്നില്ല, അവനിപ്പോൾ ഒരു വലിയ കളന്നുപോയി. ഞാൻ പറഞ്ഞു, അവനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, ഏതായാലും ദൈവത്തിൻ്റെ കാരനെ ഞാൻ വിളിച്ച് അങ്ങ് കിട്ടി. ഞാൻ പറഞ്ഞു, എടാ മോനെ, ഞാൻ വന്നിട്ടുണ്ട്, ഇങ്ങോട്ടൊന്ന് വരാമെന്ന് വെച്ചാൽ അദ്ദേഹം പെട്ടെന്ന് വന്നു. ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വന്നപ്പോൾ തന്നെ മൂടിയൊക്കെ നീട്ടി. ഞാൻ എൻ്റെ സ്ഥാനത്തുനിന്ന് ഉപയോഗിക്കാവുന്ന വാക്കുകൾ മാത്രമേ ഉപയോഗിക്കുന്നില്ല, എൻ്റെ താഴോട്ട് പോകുന്നില്ല. കണ്ടാലാണോ വേണ്ടോ എന്ന് ഒരു പിടിയില്ലാത്ത വരുമോ. ഇവനെ കൊണ്ട് അത് തർജ്ജമ ചെയ്യാൻ ആഗ്രഹിച്ചേ. ഞാൻ എന്നോട് പറഞ്ഞു, ഇടാ മോനെ, ഇന്ന് വൈകിട്ട് എൻ്റെ പ്രസംഗം നീ ട്രാൻസ്ലേറ്റ് ചെയ്യുമോ? അയ്യോ, പിന്നെ അങ്കിൾ, എൻ്റെ പ്രിവിലേജ് അല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പോയി മുടിയൊക്കെ ഒന്ന് വെട്ടിച്ച് ഷേവ് ഒക്കെ ചെയ്ത് കുളിച്ചേച്ചു വാ. അവന് റിബൺ കെട്ടേണ്ട പരുവത്തിൽ നിൽക്കുക. അവനിറങ്ങി അങ്ങ് പോയി. എല്ലാവരും പറഞ്ഞു, ഇനി ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്ന് കേട്ടോ, മുടി വെട്ടിച്ചോണ്ട് വന്നു. അങ്ങനെ അയാളത്തെ കുഴപ്പം എന്നാ? ഞാൻ പറഞ്ഞു, എനിക്കൊരു മാനദണ്ഡമുണ്ട്, എൻ്റെ വാഴ്ച കാത്തുകൊള്ളാതെ അതിൻ്റെ താവൂട്ടി ഞാൻ പോകത്തില്ല. ഇത് കാണിക്കുന്ന ഒത്തിരി പേര് കാണും. ബട്ട് ഇതിനെ ചങ്ങലേ കയറുന്ന ഞാൻ, മറ്റവനെ ഇട്ടിരിക്കുന്ന അവിടെ. ലൂസിഫറിന് പറ്റിയതിനേക്കാൾ വലിയതിലാണ് വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാർ, നരകത്തിൻ്റെ മധ്യഭാഗത്ത് പോയവർ. അധമപാതാളത്തിൽ കിടക്കുന്നവൻ പാപം ചെയ്ത് ഈ ഭൂമിയിലേക്ക് എൻജോയ് ചെയ്തു പോയതാ.
മേളിലത്തെ പാതാളത്തിൽ കിടന്നവർ ഈ ഭൂമിയിൽ എൻജോയ് ചെയ്യാതെ ഈ ലോകം അവർക്ക് അന്യരെന്ന് പറഞ്ഞവരാ. തമ്പുരാൻ അവരെ അങ്ങ് മാറ്റി. ഇത് രണ്ടും അല്ലാത്ത ഒന്നാണ്ട് ഇടയ്ക്ക് കിടക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ഒരാൾ ഒരിക്കൽ പറഞ്ഞു, ഞാൻ കള്ളു കുടിക്കത്തില്ല, സിനിമയ്ക്ക് പോകത്തില്ല, യാതൊരു ദോഷവും ചെയ്യത്തില്ല, ഭക്തിവേഷത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞ ഓർമ്മയുണ്ട്, നിന്നെപ്പോലെ ഒരു അധമൻ വേറെ ഇല്ലല്ലോ, നിനക്ക് ഈ ലോകത്തിൽ ഒരു സുഖവും ഇല്ല, വരാനുള്ളതിൽ ഒട്ടുമില്ല. എടാ, എന്നാൽ ഇവിടെങ്കിലും സുഖമായിട്ട് ജീവിക്കണം. ഏതായാലും നരകത്തിലാണ് പോകുന്നത്. നീ രക്ഷിക്കപ്പെട്ടതല്ല, സ്നാനപ്പെട്ടതല്ല, ഏതായാലും നരകത്തിലാണ് പോകുന്നത്. എന്നാൽ പിന്നെ ഇവിടെങ്കിലും അങ്ങ് സുഖമായി ജീവിര്. അങ്ങേ ലോകത്തിൽ ചെന്നിട്ട് പല്ല് കടിച്ച് കരയുണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യന് പല്ലെല്ലാം കേടായി പറിച്ചു കളഞ്ഞ ശേഷം ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, ചേട്ടാ സ്നാനപ്പെട്ടില്ലേ നരകത്തിൽ പോകുന്നു? പുള്ളി പറഞ്ഞു, ഞാൻ പോകത്തില്ല, കാര്യം അവിടെ കരച്ചിലും പല്ലുകടിയുമാണ്, എനിക്ക് പല്ലില്ല, അതുകൊണ്ട് തമ്പുരാൻ എന്നെ വേറെ എവിടെയും ഇടത്തുള്ളൂ, നരകത്തിൽ ഇടുകയില്ല, കാര്യം അവിടെ പല്ല് കടിക്കാനുള്ളവനെല്ലാം ഇടാനൊക്കെ ഉള്ളൂ. അപ്പോട്ടെ, വെപ്പുവല്ലൊക്കെ ഈ കാലത്തുണ്ട് കേട്ടോ, നരകത്തിൽ കൊണ്ടുപോകാൻ. ലെറ്റ് മീ കൺക്ലൂഡ്. ഞാൻ വിചാരിച്ച സമയത്തേക്കാൾ അപ്പുറത്ത് പോയി. സൃഷ്ടിയെങ്കിൽ നമുക്ക് വേണ്ടി അല്ലായിരുന്നു ഈ ഭൂമി, ഇത് ലൂസിഫറിന് വേണ്ടിയായിരുന്നു. അവൻ തെറ്റി, അമ്പേ തെറ്റി. തമ്പുരാൻ അവനെ ആകാശത്തിലേക്ക് തള്ളി ഭൂമിയെ രൂപീകരിച്ചു, നമുക്ക് വാസയോഗ്യമാക്കി മാറ്റി. എനിക്കിത് ഇന്നുകൊണ്ട് തീരുകയില്ല, ഇതൊന്നുകൂടെ ഒന്ന് റീഫോർമാറ്റ് ചെയ്തതിൽ എനിക്കൊക്കത്തുള്ളൂ. ഭൂമിക്ക് 23 മണിക്കൂറും 54 മിനിറ്റും കൊണ്ട് ഏറെക്കുറെ ഒരു ദിവസമാകും. 365.3 ഡേയ്സ് കൊണ്ട് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന പുള്ളിക്ക് ഭൂമിയുടെ 80 ഒരു രാത്രിയും പകലും ഉണ്ടായി വരണമെങ്കിൽ മനുഷ്യൻ്റെ കണക്കിന് 243 ദിവസങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ ഒറ്റ ദിവസമാകത്തുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വീനസിന്. മെർക്കുറിക്ക് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മെർക്കുറിക്ക് 465 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ട്. രണ്ടാമത് നിൽക്കുന്ന പുള്ളിക്ക് വീനസ് 449 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ട്. ഭൂമിക്ക് ഏതാണ്ട് 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അപ്രോക്സിമേറ്റ്ലി 24 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഇതിനടുത്ത് നിൽക്കുന്ന പുള്ളിക്ക് മാഴ്സിന് -323 ഡിഗ്രി മുതൽ +36 ഡിഗ്രി വരെ വേരി ചെയ്തുകൊണ്ടിരിക്കും. -123 ഡിഗ്രി ചെല്ലുമ്പോഴേ മഞ്ഞ് കട്ടി പോലെ നമ്മളുമാകും. അതിനടുത്ത് നിൽക്കുന്ന പുള്ളിക്ക് -153 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. സാറ്റന് -184 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ട്. യുറാനസ് -184 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ട്. ഇങ്ങനെ ഒരു പുള്ളിയുടെ അടുക്ക ചെന്നാൽ കരിഞ്ഞു വീഴും, മറ്റേ പുള്ളിയുടെ അടുക്ക ചെന്നാൽ മരച്ചു മാറും. ഭൂമിക്ക് മാത്രമേ കറക്റ്റ് ടെമ്പറേച്ചർ തന്നിട്ടുള്ളൂ. ഞാനങ്ങ് മാറുക അവിടുന്ന്. ഇതിനെ നമുക്ക് യോഗ്യമായി സൃഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ദൈവം നിങ്ങളെ ഈ ചർച്ചിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് യോഗ്യമായി ഒന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചേ കൊണ്ടുവരത്തുള്ളൂ. ആദമിനെ ഏദനിലാക്കുന്നതിന് മുമ്പേ വേണ്ടതല്ല അവിടെ കരുതി. എനിക്ക് ആവശ്യമുള്ളത് കരുതിയേച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ യോഗ്യമായി താമസിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടത് ചെയ്യുമെങ്കിൽ നഷ്ടപ്പെട്ട സകലതും തമ്പുരാൻ തിരിച്ചു കൊണ്ടുത്തരും. നമ്മളിതൊരു വലിയ ഡീപ്പർ മെസ്സേജിലൂടെയാണ് പോയത്. ഒരുപാട് ഏരിയ നമ്മൾ കവർ ചെയ്തു. മുഴുവനും വേദപുസ്തകത്തിൽ നിന്ന് തെളിയിക്കാവുന്നതും ശാസ്ത്രീയമായി സ്ഥാപിക്കാവുന്നതുമാണ്. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധമൊന്ന് ഉറയ്ക്കുവാൻ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഉറച്ചു ലഭിക്കുവാൻ നമ്മെ ഇതിലേക്ക് ഏൽപ്പിക്കാം. ആദ്യത്തെ പ്രസംഗം തർജ്ജമ ചെയ്തയാളോ, മലയാള വേദപുസ്തകം ആദ്യം തർജ്ജമ ചെയ്തയാളോ മദ്യപന്മാരായിരുന്നു. ഈ വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ആദ്യ മനുഷ്യൻ മദ്യപാനിയായിരുന്നു. ചാരായം കുടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത് തർജ്ജമ ചെയ്യാൻ വന്നത്. ചാത്തുമേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്.
ചാത്തുമേനോൻ വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതിൻ്റെ കാരണം ചാരായം കുടിക്കാൻ കാശ. അതിൻ്റെ അർത്ഥം ചാരായം കൂടി പ്രൊമോട്ട് ചെയ്യുമെന്നല്ല, മറ്റാരും ഇല്ലാഞ്ഞ ഒരു കാലം തമ്പുരാൻ അവനെപ്പോലും ഉപയോഗിച്ച് കാണാം. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് കൈമാറിയെങ്കിൽ ദൈവിക വിശുദ്ധിയും പരിപാവനതയും സൂക്ഷിച്ചുകൊണ്ട് ഇതിനകത്ത് നിൽക്കുവാൻ തമ്പുരാൻ നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഒന്നുകൂടെ പ്രതിഷ്ഠിക്കാം, കണ്ണുകൾ അടയ്ക്കാം. കർത്താവും ദൈവവുമേ, ദീർഘസമയം സൃഷ്ടിപരമായ ദൈവിക നന്മകളെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അരുളി ചെയ്ത പദവിക്കായി സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞാൻ യേശുവിൻ്റെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഞാൻ യേശുവിൻ്റെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി, ഈ പട്ടണത്തിൻ്റെ പല ഇടങ്ങളിലായി, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലായി ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.